Hi, good morning. Good morning, ma'am. Good morning, ma'am. Morning. എല്ലാവരും ഓക്കെ തുടങ്ങാം. 14 പേര്, 14 12 പേര്. സൗണ്ട് ക്ലിയർ ആണോ? സൗണ്ട് ഒക്കെ ഓക്കെ അല്ലേ? മിസ് ഓക്കെ ആണ്. അപ്പൊ നമ്മള് കുറച്ച് ദിവസങ്ങളായിട്ട് കുറച്ച് ക്ലാസ്സുകൾ കൂടുതൽ നമുക്ക് വേണ്ടി വന്നു. കഴിഞ്ഞൊരു ചാപ്റ്റർ ആണ് നമ്മൾ പഠിച്ചു തീർക്കാനായിട്ട്. ഏതായിരുന്നു ആ ചാപ്റ്റർ? ഏത് ടോപ്പിക് ആയിരുന്നു? ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്. ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്ന് പറയുന്ന ചാപ്റ്റർ കുറച്ച് അധികം ക്ലാസ്സുകൾ നമുക്ക് വേണ്ടി വന്നു. കാരണം അറിയാം, അതൊരു ലെങ്തി ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആയിരുന്നു. ഹ്യൂമൻ റിസോഴ്സ് എന്ന് പറയുമ്പോൾ ഒരു കമ്പനിയോ അല്ലെങ്കിൽ ഒരു ഹോസ്പിറ്റലോ ഏതൊരു ഓർഗനൈസേഷനിലും ഏറ്റവും അത്യാവശ്യം മാനേജ് ചെയ്യപ്പെടേണ്ട ഒരു വിഭാഗം തന്നെയാണ്. കാരണം ഹ്യൂമൻ എന്ന് പറയുന്നത് നോ ഹ്യൂമൻ ആർ അലൈക്ക് എന്ന് നമ്മള് കഴിഞ്ഞ ക്ലാസ്സുകളിൽ ആദ്യമേ തന്നെ ഇതിന്റെ ഇൻട്രൊഡക്ഷൻ ക്ലാസ്സിൽ തന്നെ നമ്മൾ പറഞ്ഞു. നോ ടു ഹ്യൂമൻ ആർ അലൈക്ക്. രണ്ടാളുകളെ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഏത് വിധേനയും നമ്മൾ എവിടെയെങ്കിലും ഒക്കെ നമുക്ക് അവരിൽ നിന്ന് ഡിസിമിലാരിറ്റീസ് അല്ലെങ്കിൽ അവര് വ്യത്യസ്തതകൾ നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ വ്യത്യസ്തതകളായിട്ടുള്ള സ്വഭാവ സവിശേഷതകളുള്ള മനുഷ്യന്മാരെയൊക്കെ മാനേജ് ചെയ്യുക എന്നുള്ളത് അത് വളരെ ഇമ്പോർട്ടന്റ് തന്നെയാണ്. മാത്രമല്ല അത്ര എളുപ്പമുള്ള കാര്യങ്ങളുമല്ല. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കൂടി ഓരോ ഓർഗനൈസേഷനിലും ഇതൊക്കെ മാനേജ് ചെയ്യേണ്ടി വരുന്ന ഒരു വിഭാഗം, അതായത് അതിനെയൊക്കെ മാനേജ് ചെയ്തുകൊണ്ട് എന്താ പറയാ ഓർഗനൈസേഷനെ കൃത്യമായിട്ടും സ്മൂത്ത് ആയിട്ടും ഡെവലപ്ഡ് ആയിട്ടുള്ള ഒരു പൊസിഷനിലേക്ക് കൊണ്ടുവരാനായിട്ട് ഒരുപാട് നമ്മൾ ഇതിനു വേണ്ടിയിട്ട് എഫേർട്ടുകൾ എടുക്കേണ്ടി വരും. അപ്പൊ അത്തരം കാര്യങ്ങളൊക്കെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ പഠിച്ചത്. അപ്പോ അത് നമ്മൾ എത്രയാണെന്നൊക്കെ മനസ്സിലാക്കി ആ ഒരു ചാപ്റ്റർ തീർന്നു. അടുത്ത ചാപ്റ്റർ നമുക്ക് തുടങ്ങാം. പക്ഷെ അതിന് മുമ്പ് നമ്മൾ ഇതിന്റെ ഒരു എന്താ പറയാ ഇതിന്റെ ഒരു സം ടോട്ടൽ എന്താണ് നമ്മൾ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പഠിച്ചേ എന്നൊക്കെ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്യാം, അല്ലെങ്കിൽ ഒന്ന് റിവൈൻഡ് ചെയ്യാം. എന്താണ് നമ്മൾ കേട്ടത് കണ്ടത് കാര്യങ്ങളൊക്കെ, പ്രധാനമായിട്ടും എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ മനസ്സിലാക്കിയത് എന്ന് നമുക്കൊന്ന് നോക്കിയാലോ? ജസ്റ്റ് ഒന്ന് ഓടിച്ചു നോക്കിയിട്ട് നമുക്ക് പുതിയ ചാപ്റ്ററിലേക്ക് പോകാം. നോട്ട് എഴുതിയില്ലോ മാം? നോട്ടും ഉണ്ട്, നോട്ട് എഴുതാനുണ്ട്. എനിക്കറിയാം. ലാസ്റ്റ് ഭാഗത്തെ അല്ലെ, ലാസ്റ്റത്തെ 2 ക്ലാസ്സിന്റെ ക്വസ്റ്റ്യൻസ് നമുക്ക് തന്നിട്ടില്ല, അതെനിക്കറിയാം. പക്ഷെ അതിലേക്ക് പോകുന്നതിന് മുമ്പ് നമുക്ക് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് റിവൈൻഡ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് നോട്ട് കൂടി തന്നിട്ടേ ഞാൻ പുതിയ ടോപ്പിക്കിലേക്ക് പോകുന്നുള്ളൂ. അടുത്ത ഒരു ടോപ്പിക്കും കൂടി ഉള്ളൂ നിങ്ങൾക്ക് എന്റെ ക്ലാസ്സുകൾ എനിക്ക് എടുക്കാനായിട്ട്. ആ ഒരു ചാപ്റ്റർ കൂടി തീർന്നു കഴിഞ്ഞാൽ തീർന്നു. വലിയ ചാപ്റ്റർ ആണോ? എന്താ, ഏത് ചാപ്റ്റർ ആണോ? പബ്ലിക് റിലേഷൻസ് ഇൻ എ ഹോസ്പിറ്റൽ, PRO, പബ്ലിക് റിലേഷൻ. അതാണ് ചാപ്റ്ററിന്റെ പേര്. അതാണ് അതുപോലെ തന്നെ കുറച്ച് എന്താ പറയാ PR, അതായത് പബ്ലിക് റിലേഷൻസിന്റെ ഫലമായിട്ട് നമുക്ക് ഹോസ്പിറ്റലില് അതും ഇച്ചിരി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് തന്നെയാണ്. അപ്പൊ നമുക്ക് എന്തൊക്കെയാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ, അതായത് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ പ്രധാനമായിട്ടും ആ ഫസ്റ്റ് പേജിൽ എന്തൊക്കെയാണ് കാര്യങ്ങൾ ഒന്ന് പറയാമോ ആരെങ്കിലും? വന്ന് ഞാൻ പേര് വിളിക്കാം, അവരെന്നെ പറഞ്ഞാൽ മതി. അപ്പൊ പേര് വിളിക്കുന്ന പറയുമ്പോ ഓടിക്കളയരുത് കേട്ടോ. കുഴപ്പമില്ല, നിങ്ങളുടെ കൂടെ ഞാൻ ഉണ്ട്. നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് തുടങ്ങി വരുമ്പോ നിങ്ങളുടെ കൂടെ എന്തെങ്കിലും മിസ്റ്റേക്കുകളോ അല്ലെങ്കിൽ നിങ്ങൾ പറയുന്നതിന്റെ ഒപ്പൊക്കെ ഞാനും പറയണ്ടല്ലോ. അപ്പൊ പിന്നെ കുഴപ്പമില്ല, നിങ്ങൾ പേടിച്ചിട്ട് ഇറങ്ങി പോകുന്നു വേണ്ടട്ടോ. ലീവ് ചെയ്ത് പോകരുത് ദയവ് ചെയ്ത്. ചിലപ്പോ ചിലരൊക്കെ ഇടയ്ക്കൊക്കെ കയറുന്നതായിരിക്കാം. ഇടയ്ക്ക് കയറുന്നവര് തീർച്ചയായിട്ടും കഴിഞ്ഞ ക്ലാസ്സുകളൊക്കെ കണ്ടിട്ടും അല്ലെങ്കിൽ അത് കേട്ടിട്ടും അതിന്റെ ക്വസ്റ്റ്യൻസും ഒക്കെ നിങ്ങൾ എഴുതിയെടുത്തിട്ടൊക്കെ വേണം അടുത്ത ക്ലാസ്സിലേക്ക് പുതിയതായിട്ട്. ഇപ്പൊ ഇന്നലെ കയറാൻ പറ്റിയില്ല, പക്ഷെ ഇന്ന് കയറാം. ആ ഒരു ഇത് കിട്ടുമ്പോൾ നിങ്ങൾ അങ്ങനെ ചെയ്തിട്ട് കയറുക കേട്ടോ. അല്ലാതെ കഴിഞ്ഞ ക്ലാസ് അറിയാതെ
നമ്മളടുത്ത പുതിയ ചാപ്റ്റർ എടുക്കുകയാണെങ്കിൽ കുഴപ്പമില്ല, അല്ലാതെ വരുമ്പോ ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ ഷിനു ഒന്ന് പറയാമോ, എന്താണ് നമ്മുടെ ഫസ്റ്റ് ആ ഒരു പേജിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളെ കുറിച്ചാണ് പറഞ്ഞേ? ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് നോട്ടില്ലേ കയ്യിലെല്ലാവരുടെയും? നിങ്ങളുടെ കയ്യിൽ നിങ്ങളുടെ പ്രിന്റഡ് നോട്ടാണോ അല്ലെങ്കിൽ ഞാൻ ഇവിടെ ഡിസ്പ്ലേ ചെയ്യണോ? പ്രിന്റഡ് നോട്ട് ഉണ്ട് മിസ്. എല്ലാവർക്കും ഉണ്ടോ? മിസ് ആ ഇല്ലാന്നാണ് ഉണ്ടെന്നാണ് കേട്ടോ ശരണ്യ പറഞ്ഞത്. ഉണ്ട് 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 ഉണ്ട്. ആ അപ്പൊ എല്ലാവരുടെയും കയ്യിൽ ഉണ്ടാവണം അല്ലെ? ഞാനിവിടെ ഇത് കണ്ട് ഡിസ്പ്ലേ ചെയ്താൽ ചെയ്യാൻ വേണമെങ്കിൽ കുഴപ്പമില്ല. നിങ്ങളെ അവിടെ ആരെങ്കിലൊക്കെ ലീവ് ചെയ്ത് പോണ്ടോന്ന് അറിയാൻ ആ ഒരു സ്ക്രീൻ അവിടെ ഫ്രണ്ടിൽ വരുമ്പോ കുറച്ച് ഇടയ്ക്കൊക്കെ ഇറങ്ങി പോകുന്ന ആളുകള്, അപ്പൊ അതൊന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിതൊന്ന് ഡിസ്പ്ലേ ചെയ്യാത്തത്. അപ്പൊ നിങ്ങളുടെ കയ്യിൽ നോട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ അതൊന്ന് ജസ്റ്റ് പറയാം. എന്താണ് ഫസ്റ്റ് പേജിൽ എന്തൊക്കെ കാര്യങ്ങൾ മനസ്സിലാക്കി? ഷിനു ഒന്ന് പറഞ്ഞേ. ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് നമ്മുടെ ഹോസ്പിറ്റലിലെ ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള ഘടകമാണ്. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫാക്ടറാണ്. ഫാക്ടറാണ്. അതിൽ മണി, മെറ്റീരിയൽ, മെഷീനറി ആൻഡ് മെൻ. അതിൽ മെൻ തന്നെയാണ് ഏറ്റവും കൂടുതൽ അവിടെ ഫോക്കസ് ചെയ്യുന്നത്. ബാക്കിയെല്ലാം ഇമ്പോർട്ടന്റ് തന്നെയാണ്, പക്ഷെ എന്നാലും ആ മെന്ന് അതിന്റെ ഒരു റിസോഴ്സ് ഇല്ലാതെ നമുക്കൊരു ഹോസ്പിറ്റലിനെ റൺ ചെയ്തുകൊണ്ട് പോകാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ സെർട്ടൻ പോളിസീസ് ഉണ്ടാവും, പ്രോഗ്രാംസ് ഉണ്ട്, ഓരോ റൂൾസ്, റെഗുലേഷൻസ്, ഗൈഡ് ലൈൻസ് എല്ലാം നമ്മൾ ഇതിനു വേണ്ടിയിട്ട് ചെയ്യുന്നുണ്ട്. നല്ല എൻവയോൺമെന്റ് സൃഷ്ടിക്കാനായിട്ടും ഹ്യൂമൻ ബീയിങ്ങിനെ നന്നായിട്ട് ട്രീറ്റ് ചെയ്യാനായിട്ടും, അതിപ്പോ അവരുടെ ബിഹേവിയറൽ ആയിട്ടാണെങ്കിലും ജോബിന് വേണ്ടിയിട്ട് എന്തെങ്കിലും എക്സ്പീരിയൻസിന് വേണ്ടിയിട്ടാണെങ്കിലും ഒക്കെ നമ്മൾ അത് ചെയ്യാനായിട്ട് ഹ്യൂമൻ റിസോഴ്സിന് അത്യാവശ്യമാണ്. പിന്നെ ഇപ്പൊ എല്ലാ സ്റ്റാഫ് പേഴ്സണൽസും ഒരേ സ്വഭാവമുള്ള ആൾക്കാരല്ല. അപ്പൊ വ്യത്യസ്ത സ്വഭാവമുള്ള ആൾക്കാരെ ആയതുകൊണ്ട് തന്നെ അവരെ നല്ല രീതിയിൽ മാനേജ് ചെയ്ത് കൊണ്ടുപോകാനായിട്ട് ഹ്യൂമൻ റിസോഴ്സ് ഇത് ചെയ്യുന്നുണ്ട്. ഇപ്പൊ രണ്ട് വ്യക്തികൾ എടുത്താൽ അവർക്ക് രണ്ട് സ്വഭാവമായിരിക്കുമല്ലോ. അപ്പൊ അവര് തമ്മിൽ ഒരു ഐക്യമത്യം ഉണ്ടായി അത് നന്നായിട്ട് അവരെ ഇത് ചെയ്ത് കോർഡിനേറ്റ് ചെയ്ത് കൊണ്ടുപോകാനായിട്ട് ഹ്യൂമൻ റിസോഴ്സ് ആവശ്യമാണ്. പിന്നെ ഒരു എന്തെങ്കിലും മാറ്റം വരുത്തണമെങ്കിലോ അല്ലെങ്കിൽ ഇപ്പൊ ഒരു സ്ഥലത്തു നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് അവരുടെ ഇത് ചെയ്യണമെങ്കിലോ മാറണമെങ്കിലോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ടും ഹ്യൂമൻ റിസോഴ്സ് ആവശ്യമാണ്. അത്രയൊക്കെയാണ് ആദ്യത്തെ പേജിൽ നമ്മൾ പറഞ്ഞത് അല്ലെ. അതായത് നമ്മള് എന്താ പറയാ, ഓർഗനൈസേഷന്റെ ഏറ്റവും പ്രധാനമായിട്ടും വേണ്ടത് ഹ്യൂമൻ റിസോഴ്സ് മാനേജ് ചെയ്യുക എന്ന് ഉദ്ദേശിക്കുമ്പോൾ അവിടുത്തെ ആൾക്കാരെ അവര് ജോലി ചെയ്യുന്ന കാര്യങ്ങളും അവർ മറ്റുമൊക്കെ നിരീക്ഷിക്കുക, അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുക. അപ്പൊ ഓർഗനൈസേഷനിൽ അവരുടെ ഒബ്ജക്റ്റീവ്, അതായത് ഏതൊരു ബിസിനസ് ഓർഗനൈസേഷനും ഹോസ്പിറ്റലിൽ മാത്രമല്ല ഏതൊരു ബിസിനസ് ഓർഗനൈസേഷനിലെയും അവരുടെ ഒബ്ജക്റ്റീവ് എന്ന് വെച്ചാൽ അവരുടെ ലക്ഷ്യം നേടിയെടുക്കാനുള്ള ഒരു ഉപകരണം മാത്രമാക്കി എംപ്ലോയീസിനെ, വർക്കേഴ്സിനെ കാണാൻ പാടില്ല. എംപ്ലോയീസിനെ പരിഗണിക്കണം, അവരുടെ സെൽഫ് നീഡ്സ്, അവരുടെ വ്യക്തിപരമായ ആവശ്യങ്ങളെ കൂടി പരിഗണിച്ച് വേണം ഹ്യൂമൻ റിസോഴ്സിനെ മാനേജ് ചെയ്യാൻ എന്നുള്ളത് അല്ലെ. അപ്പോഴാണ് നമ്മൾ പറഞ്ഞത് വ്യക്തികളെ മാനേജ് ചെയ്യുക എന്നുള്ളത് അത്ര സിമ്പിൾ ആയിട്ടുള്ള കാര്യമല്ല. വ്യക്തികൾ അവരുടെ മൂഡ് സ്വിങ്സിന് അനുസരിച്ച് അവരുടെ സ്വഭാവത്തിലും എന്താ പറയാ വൈവിധ്യങ്ങൾ ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ അവരുടെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട്, പല വ്യത്യസ്ത ബാക്ക്ഗ്രൗണ്ടുകളിൽ നിന്ന് വരുന്ന ആളുകളായതുകൊണ്ട് ആ രീതിയിലും അവർക്ക് മാറ്റങ്ങൾ ഉണ്ടായിരിക്കും. അപ്പൊ എല്ലാത്തിലും മാറ്റങ്ങളുള്ള ഈ മനുഷ്യന്മാരെ അതായത് എംപ്ലോയീസിനെ, പേഴ്സണൽസിനെ ഒക്കെ നമുക്ക് വളരെ എളുപ്പം ഹാൻഡിൽ ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടാണ്. അപ്പൊ അവരോടൊപ്പം നിന്ന് അവരുടെ പേഴ്സണൽ നീഡ്സ് കൂടി സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിൽ നമ്മുടെ ഓർഗനൈസേഷന്റെ ഒബ്ജക്റ്റീവ്സിനെ നേടിയെടുക്കാനായിട്ട് നമുക്ക് പറ്റണം. മാത്രമല്ല ഇങ്ങനെ കൂടി പറഞ്ഞിട്ടുണ്ട്, ഒരു ടെംപ്ലേറ്റ് പോലെ ഒരു റൂമിൽ വെക്കാവുന്ന ഒരു ടെംപ്ലേറ്റ്, ഒരു എന്തെങ്കിലും ഒരു വസ്തു, ഒരു എന്താ പറയാ ഒരു ഷേപ്പ് ഒക്കെ ഉള്ള ഒരു വസ്തുവിനെ പോലെ നമുക്ക് കൈകാര്യം ചെയ്യാം. നമുക്ക് ഇവിടെ നിന്ന് അങ്ങോട്ട് മാറ്റി വെക്കാം, അവിടെ നിന്ന് ഇങ്ങോട്ട് മാറ്റി വെക്കാം. അങ്ങനത്തെ ഒരു ടെംപ്ലേറ്റ് പോലെ നമുക്ക് മനുഷ്യനെ കൈകാര്യം ചെയ്യാൻ പറ്റില്ല എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ വളരെ വളരെ എന്താ പറയാ വളരെ ടാക്ട്ഫുൾ ആയിട്ടാണ് ഇത് മനുഷ്യരെയൊക്കെ ഹാൻഡിൽ ചെയ്യേണ്ടത്. വളരെ തന്മയത്വത്തോടെ അല്ലെങ്കിൽ അവരോട് ഒപ്പം ചേർന്ന് നിന്നുകൊണ്ട് അവരുടെ കാര്യങ്ങളും ഫീലിങ്സും ഒക്കെ മനസ്സിലാക്കി അതിനോടൊപ്പം ചേർന്ന് നിന്ന് മാനേജ് ചെയ്യുക എന്നുള്ളതാണ്, പേഴ്സണൽസിനെ മാനേജ് ചെയ്യുക എന്നുള്ളതാണ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ജോലി എന്ന് പറയുന്നത്. അപ്പൊ അവരെ എന്താ പറയാ മാനേജ്മെന്റ് അല്ലെങ്കിൽ മാനേജ് ചെയ്യുന്ന സമയത്ത് അവരെ എന്താ പറയാ ഒരു പീപ്പിൾ ഈസ് ദ ഹാർട്ട് ആൻഡ് എസൻസ് ഓഫ് ബീങ് എ മാനേജർ. അതായത് ഒരു ഹൃദയമുള്ള
ഒരു മാനേജർ എന്ന രീതിയിൽ നമ്മളൊരു ഹൃദയമുള്ളവരായിരിക്കണം. മാത്രമല്ല അവരുടെ എന്താ പറയാ എംപ്ലോയീസിന്റെ ഫുൾ എസൻസ് നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്ന രീതിയിൽ മാനേജ് ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ കൂടി നമ്മൾ എന്താ പറയാ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റിൽ ആ മാനേജിങ് ഒരു പീപ്പിൾ അല്ലെങ്കിൽ ഒരു പീപ്പിൾ ആ ഒരു ഗ്രൂപ്പ് ആകാം അവരത് കൈകാര്യം ചെയ്യേണ്ടത്. ഇനി ഹ്യൂമൻ എലമെന്റ് ഒഴിവാക്കിക്കൊണ്ട്, അതായത് നമ്മൾ എന്താ പറയാ ഹ്യൂമൻ എലമെന്റിന് ഏറ്റവും ഇമ്പോർട്ടൻസ് തന്നെ കൊടുക്കണം. അപ്പൊ നമ്മൾ ഹ്യൂമൻ എലമെന്റിനെ മാറ്റി നിർത്തിക്കൊണ്ട് നമുക്കൊരു ഓർഗനൈസേഷനും ഒരു ബിസിനസ് ഓർഗനൈസേഷനോ ഒരു ഫേമിനോ സക്സീഡ് ചെയ്യാൻ പറ്റില്ല, വിജയിക്കാനായിട്ട് സാധിക്കില്ല എന്നാണ് ആ ഒരു കാര്യം പറഞ്ഞ് ആ ഫസ്റ്റ് പേജ് നമുക്ക് കൺക്ലൂഡ് ചെയ്തിരിക്കുന്നത്. അത്രയും കാര്യങ്ങളാണ്. അപ്പൊ ഒത്തിരി കാര്യങ്ങൾ അതിനകത്ത് ഉൾക്കൊണ്ടിട്ടുണ്ട്. ഒരുപാട് നമുക്ക് എന്താ പറയാ ഒരുപാട് വൺ വേർഡ് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കാൻ പറ്റിയ ഭാഗങ്ങളൊക്കെ ഇഷ്ടം പോലെ അതിനകത്ത് നമ്മൾ കുറെ എഴുതിയിട്ടുണ്ട്. ഇനി അടുത്തത് എന്താണ്, നമ്മൾ അടുത്ത ഒരു സെക്ഷനിൽ എന്താ പഠിച്ചത് ലിജ ഒന്ന് പറയാമോ? സെക്കൻഡ് പേജില് എന്തിനെ കുറിച്ചാ പഠിച്ചത്? ഞാൻ കുറച്ച് ദിവസമായി ക്ലാസ്സിൽ കേറിയിട്ടുണ്ടായിരുന്നില്ല. 2 ദിവസമായുള്ളൂ കേറിയിട്ട്. സുഖമില്ലാതെ തന്നെ ഹോസ്പിറ്റൽ കേസൊക്കെ കയറാൻ പറ്റിയില്ലായിരുന്നു. അതെയോ? വായിച്ചൊക്കെ നോക്കണില്ലേ? ക്ലാസ് ഒക്കെ കാണുന്നില്ലേ? വായിച്ചു നോക്കണ്ട. ഞാനപ്പോ രാത്രിയൊക്കെ ഇരുന്നിട്ടൊക്കെ കേട്ട് തീർക്കാ കേൾക്കാത്ത ക്ലാസ്സുകളൊക്കെ. ഓക്കെ ഓക്കെ. ശരണ്യ ഒന്ന് പറയാൻ വന്നാ? പറയാം. സെക്കൻഡ് പേജ് പറയുന്ന ഇമ്പോർട്ടൻസ് ആണ്. അതിനകത്ത് സോഷ്യൽ സിഗ്നിഫിക്കൻസ്, സമൂഹത്തിൽ നല്ലൊരു സ്ഥാനം ഉണ്ടാകും, സാമൂഹിക പരിഗണന കിട്ടുന്ന ഒരു ജോലിയായിട്ടാണിത്. പിന്നെ ഒരു പ്രൊഫഷണൽ സിഗ്നിഫിക്കൻസ്, നല്ലൊരു അറ്റ്മോസ്ഫിയർ ഒക്കെ ആണെങ്കിൽ ടീം വർക്കിലൂടെ നല്ലൊരു ഗോൾസ് എല്ലാം സെറ്റ് ചെയ്യാൻ നമുക്ക് സാധിക്കും. ഇൻഡിവിജ്വൽ എന്റർപ്രൈസ്, എംപ്ലോയീസ് നല്ലൊരു മോട്ടിവേഷനും റൈറ്റ് ആറ്റിറ്റ്യൂഡിലൊക്കെ വേണം ഓർഗനൈസേഷൻ വളരാൻ ഹെൽപ്പ് ചെയ്യാൻ, അങ്ങനെ വളരാൻ ഒരു ഹെൽപ്പ് ആകുന്നത്. പിന്നെ പേഴ്സണൽ മാനേജ്മെന്റും ഹ്യൂമൻ റിസോഴ്സും തമ്മിലുള്ള ഇതാണ് ഒരു കമ്പാരിസൺ, അല്ലെങ്കിൽ എങ്ങനെ എന്താ പറയാ ഡിസ്റ്റിംഗ്വിഷ് ചെയ്തിരിക്കുന്നു എന്നാണ്, എന്ത് വ്യത്യാസമാണ് ഇത് രണ്ടും തമ്മിലുള്ളത്? പേഴ്സണൽ മാനേജ്മെന്റില് മെഷീൻ ഓപ്പറേറ്റേഴ്സ് ആണ് അത് ചെയ്യുന്നത്. മറ്റേത് ഹ്യൂമൻ റിസോഴ്സിൽ തീരുമാനം എടുക്കാൻ കഴിവുള്ളവരായിരിക്കും. അതുമായിട്ട് ബന്ധപ്പെട്ടതാണ്. കൺസേൺ വിത്ത് ഡിസിഷൻ മേക്കേഴ്സ് ആണ്. റിലേഷൻഷിപ്പ് മാനേജ്മെന്റ് ആൻഡ് ട്രേഡ് യൂണിയൻ, അതില് ട്രേഡ് യൂണിയൻസ് ആയിരിക്കും റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ മാനേജ്മെന്റും ട്രേഡ് യൂണിയൻസും തമ്മിലുള്ള ഒരു റിലേഷന് കീപ്പ് ചെയ്തുകൊണ്ടായിരിക്കും. പിന്നെ ഹ്യൂമൻ റിസോഴ്സിലാണെങ്കിൽ എംപ്ലോയറും എംപ്ലോയിയും തമ്മിലുള്ള റിലേഷൻ ആയിരിക്കും. പേഴ്സണൽ മാനേജ്മെന്റില് മാനേജ്മെന്റ് ഈസ് ലോവർ ലെവൽ സ്റ്റാഫുകളായിരിക്കും ഉണ്ടാവുക. മാനേജ് ചെയ്യേണ്ടത് ലോവർ ലെവൽ സ്റ്റാഫ്സിനെ മാത്രം മാനേജ് ചെയ്താൽ മതി. പേഴ്സണൽ തൊഴിൽ, ആ തൊഴിൽ ചെയ്യുന്ന ഏറ്റവും താഴെ കിടക്കുന്ന താഴെ തട്ടിലുള്ള ആളുകൾക്ക് മാനേജ്മെന്റ് ആണ്. അതേസമയം എംപ്ലോയീസിനെ നമുക്ക് മാനേജ് ചെയ്യേണ്ടി വരും. പേഴ്സണൽ മാനേജ്മെന്റ് ഓൾഡ് ആയിട്ടുള്ള ഒരു കൺസെപ്റ്റ് രീതി അനുസരിച്ചായിരിക്കും. ഹ്യൂമൻ റിസോഴ്സ് ലേറ്റസ്റ്റ് ആയിട്ടുള്ള എല്ലാം പുതിയൊരു കൺസെപ്റ്റ് ആണ്. ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്ന് പറയുന്നത് ഒരു ലേറ്റസ്റ്റ്, അതായത് ഒരു ന്യൂ മോഡേൺ ഒരു കൺസെപ്റ്റ് ആണ്. മറ്റേത് ഒരു ഓൾഡ് പഴയ, അതായത് പണ്ട് തുടങ്ങിയ ആളുകൾ, നമുക്കറിയാം ബിസിനസ് എന്ന് പറയുന്നത് എന്താ പറയാ പരമ്പരാഗതമായിട്ട് ഒരുപാട് നാളുകൾ തുടങ്ങിയ ബിസിനസ് ഉണ്ട്, ഭാരത സമ്പ്രദായം തുടങ്ങിയ ബിസിനസ് ഒക്കെ ഉണ്ട്. പക്ഷെ അന്ന് ആ രീതിയിൽ അന്നത്തെ കാലത്ത് ഉണ്ടായിരുന്ന ടെക്നോളജി അല്ല ഇന്ന്. ഒരുപാട് ടെക്നോളജീസിൽ മാറ്റം വന്നതുകൊണ്ട് അതനുസരിച്ച് ഓരോ ഓർഗനൈസേഷനും ഓരോ ഫേമുകളും ഓരോ ബിസിനസ്സുകാരും അവരുടേതായ മാറ്റങ്ങൾ അവരുടെ ഓർഗനൈസേഷൻസിലും കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ ഇതിനെയൊക്കെ മാനേജ് ചെയ്യുമ്പോൾ എന്താ പറയാ പണ്ടത്തെ കൺസെപ്റ്റിലൂടെ പോകുന്ന ഓർഗനൈസേഷൻ എന്ന് പറയുന്ന രീതിയിലാണെങ്കിൽ പേഴ്സണൽ അവിടെ തൊഴിലിനെ മാനേജ് ചെയ്യുമ്പോൾ അതൊരു ഓൾഡ് കൺസെപ്റ്റ് ആണ്. അവിടുത്തെ മെഷീൻ ഓപ്പറേറ്റേഴ്സിനെ അല്ലെങ്കിൽ അവിടെ ഏറ്റവും ബോട്ടം ലെവലിലുള്ള ആളുകളെ മാനേജ് ചെയ്യുക, അത്രയൊക്കെ ഉള്ളൂ. പക്ഷെ ഹ്യൂമൻ റിസോഴ്സ് എന്ന് പറയുന്ന ഒരു പുതിയ കൺസെപ്റ്റ് ആണ്. അധികം നാളുകളായിട്ട് ഹ്യൂമൻ റിസോഴ്സ് മാനേജ് ചെയ്യുക എന്നുള്ള ആ ഒരു അതിനുവേണ്ടി ഒരു എന്താ പറയുക ഒരു പഠന ശാഖ തന്നെയുണ്ട്, ഒരു കോഴ്സുകളൊക്കെ തന്നെയുണ്ട്. കാരണം ഏതൊരു ഓർഗനൈസേഷനിലും ഏറ്റവും കൂടുതൽ നമുക്ക് മാനേജ് ചെയ്യപ്പെടേണ്ട ഒരു വിഭാഗം തന്നെയാണ് ഹ്യൂമൻ അല്ലെങ്കിൽ എംപ്ലോയീസ്. അത് എല്ലാ ലെവലിലും ഉണ്ട്. ടോപ്പ് ലെവൽ തുടങ്ങി ഏറ്റവും ബോട്ടം ലെവലിൽ വരെ വർക്ക് ചെയ്യുന്ന ഒരുപാട് എംപ്ലോയീസ് ഉണ്ട്. അപ്പൊ എംപ്ലോയീസിനെയൊക്കെ ഏത് ലെവലിലുള്ള സ്റ്റാഫ്സിനെ ആയാലും അതിനെയൊക്കെ മാനേജ് ചെയ്യുന്നതാണ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്ന് പറയുന്ന ന്യൂ കൺസെപ്റ്റില് നമുക്ക് പറയാൻ സാധിക്കാം. പിന്നെ
ഡെഫിനിഷൻ ആണ്. പിന്നെ ഡെഫിനിഷൻസ് ആണ്. പേഴ്സണൽ മാനേജ്മെന്റ്, അതായത് തൊഴിൽപരമായിട്ടുള്ള മാനേജ്മെന്റിനെ കുറിച്ചിട്ട് കുറച്ച് ആളുകൾ കൊടുത്ത കൺട്രോൾ ചെയ്ത് പരമാവധി ഉപയോഗം, മാൻ പവർ ഉപയോഗിക്കുക, അതായിരിക്കണം അവരുടെ ഒരു ഇതെന്ന് പറയുന്നത്. പിന്നെ എഡ്വേർഡ് ഫ്ലിപ്പ് എന്താ പറഞ്ഞേ, മാനേജ്മെന്റ് പ്ലാനിങ്, ഓർഗനൈസേഷൻ, ഡയറക്ടിങ്, കൺട്രോളിംഗ്, കൺട്രോളിംഗ്, പ്രൊക്യൂർമെന്റ്, ഡെവലപ്മെന്റ്, കോമ്പൻസേഷൻ, ഇന്റിഗ്രേഷൻ, മെയിൻ്റെനൻസ് ആൻഡ് സെപ്പറേഷൻ ഓഫ് ഹ്യൂമൻ റിസോഴ്സ്, ഇതെല്ലാം കൂടെ ഉള്ള ഒരു പ്ലാനിങ് ആണ് അല്ലെ? എല്ലാത്തിന്റെയും കൂടി പ്ലാനിങ് ആണ്. അതായത് ഒരു ഓർഗനൈസേഷനിൽ എങ്ങനെയൊക്കെയാണ് അതിന്റെ ഓർഗനൈസിങ് നടക്കുന്നത്, അതെങ്ങനെയൊക്കെയാണ് ഡയറക്റ്റ് ചെയ്യുന്നത്, എന്തൊക്കെ കൺട്രോളിംഗ് ആണ്, എന്തൊക്കെ പ്രൊക്യൂർമെന്റ് ഉണ്ട്, പിന്നെ ഡെവലപ്മെന്റ് എന്തൊക്കെയുണ്ട്, കോമ്പൻസേഷൻസ്, ഇന്റഗ്രേഷൻ, എല്ലാം കൂടി എന്താ പറയാ ലിങ്ക് ചെയ്യുന്നത്, മെയിൻ്റെനൻസ്, പിന്നെ ഹ്യൂമൻ റിസോഴ്സസിന്റെ സെപ്പറേഷൻ. അതായത് ഏറ്റവും ആദ്യം തുടങ്ങി ഏറ്റവും അവസാനം വരെ ഇൻഡിവിജ്വൽസിനെ എല്ലാ രീതിയിലും കോർഡിനേറ്റ് ചെയ്യുക, പ്ലാൻ ചെയ്തെല്ലാം എന്ത് ചെയ്യുക, മാനേജ് ചെയ്യുക, ടു അച്ചീവ് ദ സോഷ്യൽ ഒബ്ജക്റ്റീവ് ഓഫ് ദ ബിസിനസ്. ബിസിനസിന്റെ സാമൂഹ്യപരമായിട്ടുള്ളതും അല്ലെങ്കിൽ സാമ്പത്തികപരമായിട്ടുള്ളതുമായിട്ടുള്ള എല്ലാ ലക്ഷ്യങ്ങളും നേടിയെടുക്കുന്നത് വരെ ആ രീതിയിലേക്ക് ഇതെല്ലാം ഓർഗനൈസ് ചെയ്യുക എന്നതാണ് പേഴ്സണൽ മാനേജ്മെന്റ് എന്നാണ് എഡ്വേർഡ് ഫ്ലിപ്പോ പറയുന്നത്. പിന്നെ ഒരാൾ കൂടി ഉണ്ടായിരുന്നല്ലോ, ഡൺ ആൻഡ് സ്റ്റീഫൻസിന്റെ അട്രാക്ട് ചെയ്യുക, ഹോൾഡ് ചെയ്ത് വെക്കുക, മോട്ടിവേറ്റ് ചെയ്യുക. അതായത് മാനേജേഴ്സ്, അവിടെയുള്ള എല്ലാ ലൈനിലുള്ള സ്റ്റാഫ്സ് എല്ലാവരെയും എന്താ പറയാ, അവര് എംപ്ലോയീസിനെ എല്ലാം തന്നെ മാനേജ് ചെയ്യുന്നതിന്റെ കൂട്ടത്തില് അവരെ കൂടുതൽ എംപ്ലോയീസിനെ പുറത്തുനിന്ന് അട്രാക്ട് ചെയ്യാനും ഉള്ളവരെ തന്നെ ഹോൾഡ് ചെയ്ത് വെക്കാനും അവരെ മോട്ടിവേറ്റ് ചെയ്യാനും ഒക്കെ എന്ന് പറയാ മാനേജ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ സ്റ്റീഫൻ ഡൺ എന്ന് പറയുന്ന ഒരു ആള് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് പേഴ്സണൽ മാനേജ്മെന്റിനെ കുറിച്ചിട്ട്. അപ്പൊ അങ്ങനെ ഡിഫറെന്റ് ഒപ്പീനിയൻസ് ആണ്, ഓരോരുത്തരും അവരവരുടേതായ രീതിയിൽ അവരുടെ അഭിപ്രായങ്ങളാണ് ഈ ഡെഫിനേഷൻസ് ആയിട്ട് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അടുത്ത ആള് സ്മിത ഒന്ന് പറയാമോ? പിന്നെന്താ നമ്മൾ പഠിച്ചത്? ഓക്കെ മിസ്. പിന്നെ ഹോൾഡിങ്, മോൾഡിങ് ഒക്കെ പഠിച്ച. ഹോൾഡിങ് എന്ന് പറഞ്ഞാൽ അട്രാക്ടിങ്, ഹോൾഡിങ് ആൻഡ് മോട്ടിവേറ്റിംഗ്. അവർക്ക് ആളുകളെ ആകർഷിക്കാൻ വേണ്ടി ഏത് പ്രോത്സാഹനം കൊടുക്കുക, ഇംപ്രൂവ് ചെയ്യുക എന്നാണ്. വർക്കിംഗ് സാഹചര്യങ്ങളൊക്കെ കുറച്ച് മെച്ചപ്പെടുത്തി കൊടുക്കുക. അപ്പോഴാണ് അവിടുത്തെ വർക്കിംഗ് കണ്ടീഷൻസ് കുഴപ്പമില്ല, നല്ല ജോലിയാണ്. മാത്രമല്ല മനുഷ്യനെ നമ്മൾ എന്താ പറയാ, ഈ എംപ്ലോയീസിനെ ഒക്കെ കൊണ്ടുവന്ന് ജോലി ചെയ്യിപ്പിക്കുമ്പോൾ പല രീതിയിലും ജോലി ചെയ്യിപ്പിക്കാം, കഷ്ടപ്പെടുത്താതെ. അതായത് കൂടുതൽ വർക്ക് ലോഡ് എടുത്ത് കഷ്ടപ്പെടുത്തി അവരെ പിഴിഞ്ഞിങ്ങനെ എടുക്കുമ്പോ അവരിൽ നിന്നും എന്ത് അറ്റൈൻ ചെയ്യാനാണോ അതങ്ങനെ എടുക്കുമ്പോ അത് അവർക്ക് മാത്രമേ, ഓർഗനൈസേഷന്റെ എംപ്ലോയർക്ക് മാത്രമേ സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നുള്ളൂ അല്ലെ? ചെയ്യുന്ന എംപ്ലോയിക്ക് സാറ്റിസ്ഫാക്ഷൻ കിട്ടണമെങ്കിൽ അവർക്ക് മറ്റുള്ളവരെ കൂടി, പുറത്തുള്ള ആളുകളെ കൂടി നമ്മുടെ ബിസിനസ് ഓർഗനൈസേഷനിലേക്ക് അട്രാക്ട് ചെയ്യുന്ന രീതിയിലുള്ള എന്താ പറയാ കാര്യങ്ങളാണ് അവര് നല്ലൊരു വർക്കിംഗ് എൻവയോൺമെന്റ് സൃഷ്ടിച്ചു കൊടുക്കുക എന്നുള്ളതാണ് അതിന്റെ അർത്ഥം. ഹോൾഡിംഗ് ഓർ റിട്ടൈനിങ് എന്നൊക്കെ പറയുമ്പോൾ ഹോൾഡിങ്ങില് ആളുകൾക്ക് വർക്ക് ചെയ്യാനുള്ള എൻവയോൺമെന്റ് അനുകൂലമല്ലെങ്കിൽ അവിടെ എഴുതി തരാൻ പറ്റില്ല. അപ്പൊ അവരുടെ വർക്കിനെ ഇമ്പ്രൂവ് ചെയ്യുന്ന രീതിയിലുള്ള പോരായ്മകൾ മനസ്സിലാക്കി അതിനുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുക. പിന്നെ മോട്ടിവേറ്റിംഗ് പറയുന്നുണ്ട്. ഓർഗനൈസേഷന്റെ പ്രോഗ്രസിന് വേണ്ടി നമുക്ക് സംതൃപ്തി വേണം ജോലിക്ക്, അപ്പൊ അതിനനുസരിച്ചുള്ള കാര്യങ്ങളെല്ലാം ചെയ്യണം. പിന്നെ എംപ്ലോയിയുടെ സാറ്റിസ്ഫാക്ഷന് വേണ്ടി പ്രോഗ്രസീവ് ആയിട്ടുള്ള നയങ്ങളൊക്കെ കൊണ്ടുവരണം. പിന്നെ ക്വാളിറ്റീസാ പറയണത്. ക്വാളിറ്റീസ് ഓർഗനൈസേഷനെ സംബന്ധിക്കുന്നത് അത് ഗോളിന് വേണ്ടി എന്തൊക്കെ ചെയ്യണം, അവരുടെ കാര്യക്ഷമത, ഗ്രൂപ്പിലുള്ള ബിഹേവിയർ, സോഷ്യൽ കൾച്ചർ, ലീഡർഷിപ്പ്, ഇതെല്ലാ കാര്യങ്ങളും ഓർഗനൈസേഷനിൽ സംബന്ധിക്കുന്ന കാര്യങ്ങളാണ്. പിന്നെ അവരുടെ എഫിഷ്യൻസി, മോട്ടിവേറ്റ്, ലീഡർഷിപ്പ്, അഡ്മിനിസ്ട്രേറ്റീവ് തുടങ്ങിയ കാര്യങ്ങൾ. പേഴ്സണൽ മാനേജർ എഫക്റ്റീവ് ഉള്ള ആളായിരിക്കണം, എഫിഷ്യന്റ് ഉള്ള ആളായിരിക്കണം. പിന്നെ ഏറ്റവും മുകളിലുള്ള മാനേജ്മെന്റിലേക്ക് അഡ്വൈസ് ഒക്കെ കൊടുക്കാനുള്ള കഴിവുള്ള ആളായിരിക്കണം. ടോപ്പ് മുതൽ താഴെ വരെയുള്ള അവരുടെ എല്ലാവരെയും മാനേജ് ചെയ്യുക. പിന്നെ അവരുടെ ലക്ഷ്യം നേടിയെടുക്കുന്നതിന് വേണ്ടി അവരെന്തൊക്കെ ചെയ്യണം, അവരെ എങ്ങനെ മോട്ടിവേറ്റ് ചെയ്യണം, അങ്ങനെയുള്ള അവരുടെ ബിഹേവിയർ സയൻസ് ഒക്കെ നോക്കണം. പിന്നെ സോഷ്യൽ ജസ്റ്റിസ്, സാമൂഹികപരമായ നീതി, അനീതിപരമായ ഉള്ള കാര്യങ്ങൾ. പുരുഷനും സ്ത്രീക്കും തുല്യത മുൻനിർത്തിക്കൊണ്ട് ഉള്ള മുൻതൂക്കം കൊടുക്കണം. ഒപ്പത്തിനൊപ്പം സോഷ്യൽ ജസ്റ്റിസ് കൊടുക്കണം.
അവിടെ അനീതി ഒന്നും കാണിക്കാൻ പാടില്ല. ആ പിന്നെ സ്വന്തമായിട്ട് ചിന്തിക്കുക, ക്രിയേറ്റീവ് തിങ്കിങ്, പുതിയതായിട്ട് കപ്പാസിറ്റി ഉണ്ടായിരിക്കണം. ഓക്കെ. പിന്നെ പുതിയതായിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ അത് എങ്ങനെ സോൾവ് ചെയ്ത് ചിന്തിക്കാനുള്ള ഒരു കഴിവുണ്ടായിരിക്കും. സിറ്റുവേഷനെ എങ്ങനെയാണോ വന്നത് ആ സിറ്റുവേഷൻ കൈകാര്യം ചെയ്യാനുള്ള ഒരു കഴിവ്. പിന്നെ ആക്ഷൻ എടുക്കുക, പ്രോബ്ലം എങ്ങനെ സോൾവ് ചെയ്യാം, സ്വന്തമായിട്ട് എങ്ങനെ തീരുമാനം എടുക്കാം, അതിന്റെ സൊല്യൂഷൻ എങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റും, പ്രശ്നം വന്നു കഴിഞ്ഞാൽ അത് എങ്ങനെ നേരിടാം. പിന്നെ ഇനിഷ്യേറ്റീവ് എടുക്കുക, പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ടെങ്കിൽ തന്നെ അതിൽ എഴുകിച്ചേരാൻ കഴിയണം. സാഹചര്യത്തിനനുസരിച്ച് എഴുകിച്ചേരാൻ സാധിക്കണം. അത്രയല്ലേ ഉള്ളൂ. അപ്പൊ ഇതൊക്കെയാണ്, അതായത് ഒരു പേഴ്സണൽ മാനേജർ എന്ന് പറഞ്ഞാൽ തൊഴിലിനെയൊക്കെ മാനേജ് ചെയ്യുന്ന ഒരാള്, അദ്ദേഹത്തിന് വേണ്ട ഒരു അല്ലെങ്കിൽ അത്തരം ഒരു ഗ്രൂപ്പിന് വേണ്ട ഒരു ക്യാരക്ടറിസ്റ്റിക്സ് അല്ലെങ്കിൽ ക്വാളിറ്റീസ് ആണ് നമ്മൾക്ക് പറഞ്ഞതൊക്കെ. അതായത് ആളുകളെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് അറിയാൻ, അതായത് നമ്മുടെ ഒരു ഓർഗനൈസേഷൻ അതിൻ്റെതായ ഒരു തിയറി ഉണ്ടായിരിക്കും. ആ തിയറിയിലൂടെ എങ്ങനെ നമ്മൾ അത് ഫോളോ ചെയ്ത് അതിന്റെ പ്രാക്ടീസസ് ആൻഡ് പോളിസീസ് പ്രൊസീജിയേഴ്സ് ഒക്കെ ഫോളോ ചെയ്ത് ഓരോ ഓർഗനൈസേഷനും അതിൻ്റെതായ കാര്യങ്ങളിലൊക്കെ തീരുമാനങ്ങൾ എടുക്കാനും ഒക്കെ ഉള്ള കഴിവുള്ള ആളായിരിക്കണം. പിന്നെ എന്താ പറയാ, പേഴ്സണൽ അഡ്മിനിസ്ട്രേഷൻ, അതായത് ആ ഓർഗനൈസേഷനിൽ എന്തൊക്കെ തരത്തിലുള്ള നിയമങ്ങളും പ്രൊസീജിയേഴ്സും ടെക്നിക്സ് ഒക്കെ ഉണ്ട് അത് പുള്ളിക്ക് തന്നെ അറിയണം. അതറിഞ്ഞ് സ്വന്തമായിട്ട് അറിഞ്ഞാലേ മറ്റുള്ളവരെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ അവരത് ചെയ്യുന്നുണ്ടോ, ചെയ്യുന്നത് ശരിയാണോ എന്ന് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ, അറിയാൻ പറ്റുള്ളൂ അല്ലെ. അപ്പൊ നമ്മളറിയണം, എന്നാലേ മറ്റുള്ളവർ അതൊക്കെ കൃത്യമായിട്ട് ഫോളോ ചെയ്യുന്നുണ്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. പിന്നെ ഹ്യൂമൻ ബിഹേവിയറൽ സയൻസുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ അറിവും ഉണ്ടായിരിക്കണം. അതായത് ബിഹേവിയറൽ സയൻസ് എന്ന് പറയുന്നത് അതൊരു ആപ്ലിക്കേഷൻ ആണ്. അതായത് ആളുകളെ, എംപ്ലോയീസിനെ മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവരെ കൂടുതൽ എങ്ങനെ ഓർഗനൈസേഷനോട് അവരുടെ ജോലികൾ ഇഷ്ടത്തോടെ ചെയ്ത് അതിന് അവര് കമ്പനിയുടെ ഗോളിനോട് അല്ലെങ്കിൽ കമ്പനിയുടെ ലക്ഷ്യത്തോട് എത്തിച്ചേരാൻ വേണ്ടിയിട്ട് അവരെ പ്രാപ്തരാക്കാൻ വേണ്ടിയിട്ടുള്ള മോട്ടിവേഷൻസ് കൊടുക്കുന്ന രീതി അല്ലെ, അത് അപ്ലൈ ചെയ്യുക. അത് അവരുടെ ബിസിനസ് ഓർഗനൈസേഷനിൽ കൊണ്ടുവന്ന് ഒരു പഠന രൂപേണ അതിനെ അപ്ലൈ ചെയ്യുക. അതാണ് ബിഹേവിയറൽ സ്റ്റഡീസ് അല്ലെങ്കിൽ ബിഹേവിയറൽ സയൻസ് എന്ന് പറയുന്നത്. മനുഷ്യന്മാരെ മനസ്സറിഞ്ഞ് പ്രവർത്തിപ്പിക്കാൻ വേണ്ടിയിട്ടേ അവർക്ക് വേണ്ടിയിട്ടുള്ള പ്രചോദനങ്ങൾ കൊടുക്കുക. പിന്നെ എന്താ പറയാ, ക്രിയേറ്റീവ്, ഒരു സൃഷ്ടിക്കാൻ പലതും സ്വന്തം കഴിവ് കൊണ്ട് ഉണ്ടാക്കിയെടുക്കാൻ കഴിവുള്ള ക്രിയേറ്റീവ് തിങ്കിങ് ഉള്ള ഒരാളായിരിക്കണം. പിന്നെ പ്രോബ്ലം സോൾവിങ് ടെക്നിക്സ് അറിയാവുന്നവരായിരിക്കും. ഏതെങ്കിലും ഒരു പ്രശ്നം എംപ്ലോയീസിന്റെ ഇടയിൽ വന്നാൽ ഹൗ ക്യാൻ ഐ ഹാൻഡിൽ ഇറ്റ്, എനിക്ക് അതെങ്ങനെ പരിഹരിക്കാൻ പറ്റും. എല്ലാത്തിനും ടോപ്പ് ലെവലിനെ ആശ്രയിക്കാൻ പറ്റില്ല. എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ട്, അപ്പൊ തന്നെ വേഗം അവിടെ മുകളിലേക്ക് വിളിച്ചു ഞാൻ എന്ത് ചെയ്യണം, ഇത് ഇവരുടെ ഈ ഒരു പ്രശ്നം എങ്ങനെ ഡീൽ ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യത്തിൽ എല്ലാത്തിനും ഈച്ച് ആൻഡ് എവറി A to Z എല്ലാ കാര്യങ്ങൾക്കും നമുക്ക് ടോപ്പ് ലെവലിനെ ആശ്രയിക്കേണ്ട കാര്യമില്ല. വി ഹാവ് അവർ ഓൺ പ്രോബ്ലം സോൾവിങ് എബിലിറ്റി. നമുക്ക് നമ്മുടേതായ പ്രോബ്ലം സോൾവിങ് എബിലിറ്റി ഉണ്ടായിരിക്കണം. അപ്പൊ ആ ഒരു രീതിയിലേക്ക് നമ്മൾ വളരുന്നത് എങ്ങനെയാ, നമ്മൾ പല പല പ്രോബ്ലംസ് എംപ്ലോയീസിന്റെ കാണുമ്പോൾ അതിന് നമ്മളുടേതായ രീതിയിൽ, അത് നമ്മളുടേതായ രീതി എന്ന് ഓർക്കുമ്പോൾ തന്നെ പേഴ്സണൽ നമ്മളുടെ രീതികൾ മാത്രം നോക്കുക പോരാ, ഓർഗനൈസേഷന്റെ പോളിസീസ് ആൻഡ് പ്രൊസീജിയേഴ്സ് കൂടി കണക്കിലെടുത്ത് ഇത് രണ്ടും കൂടി സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിൽ നമുക്ക് എങ്ങനെ ഹൗ ക്യാൻ ബി സോൾവ് ദാറ്റ് എന്താ പറയാ പർട്ടിക്കുലർ സിറ്റുവേഷൻ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കണം. അങ്ങനെയുള്ള കഴിവുകളായിരിക്കണം. പിന്നെ ഒരു എന്താ പറയാ ഫ്രണ്ട്ലി ഒരു നേച്ചർ ഉള്ള ആളായിരിക്കണം. എന്ന് വെച്ചാൽ മാനേജർ വലിയ കടുംപിടുത്തക്കാരൻ, കർക്കശക്കാരൻ, സീരിയസ് ആയിട്ടുള്ള ഒരാളാണെങ്കിൽ എംപ്ലോയീസിന് അവരുടെ പല കാര്യങ്ങളും ഷെയർ ചെയ്യാൻ പറ്റില്ല. ഇനി എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ തന്നെ അവരത് അങ്ങനെ ഒതുക്കി വെക്കും. ഒതുക്കി വെച്ചാൽ എന്താ പറ്റുക, അത് അവരുടെ പണിയിൽ അവർ ചെയ്യുന്ന ജോബിൽ അത് റിഫ്ലക്ട് ചെയ്യും. അത് ചിലപ്പോൾ നെഗറ്റീവ് ഇമ്പാക്ട് ആയിരിക്കും കൊടുക്കുക. അപ്പൊ അവരിൽ നിന്നും വലിയ ആവശ്യത്തിന് നല്ല റിസൾട്ട് കമ്പനിക്ക് അല്ലെങ്കിൽ ഓർഗനൈസേഷന് നേടിയെടുക്കാൻ പറ്റില്ല. അപ്പൊ അത് അവര് ആ മനസ്സിൽ ആ ഒരു വിഷമോ വേദനയോ ദേഷ്യമോ അങ്ങനെയുള്ള ആ വികാരങ്ങൾ ഉള്ളിൽ ഒതുക്കിയിട്ട് പല ജോലികൾ നമ്മൾ ചെയ്യുമ്പോൾ അങ്ങനെ തന്നെയാണല്ലോ. നമ്മൾ ഏത് വ്യക്തികളെ എടുത്താലും മനുഷ്യന്മാരാണ്, മറ്റ് മെഷീൻസിനെ പോലെയല്ല. നമുക്ക് പല തരത്തിലും അങ്ങനെ മൂഡ് മാറിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ ചെയ്യുന്നത് നമ്മളുടെ ആ ഒരു നമ്മൾ ചെയ്ത പ്രവൃത്തിയിലും അത് റിഫ്ലക്ട് ചെയ്ത് കാണിക്കും. അപ്പൊ അത്തരം കാര്യങ്ങളൊക്കെ അവര് ഷെയർ ചെയ്യണമെങ്കിൽ ഹി ഓർ ഷീ ഷുഡ് ബി ഇൻ എ ഫ്രണ്ട്ലി മാനർ. ഒരു നേച്ചർ, അവരുടെ പ്രകൃതം ഒരു അപ്രോച്ചബിൾ മാനറിലായിരിക്കണം. ആരും വന്ന് പറഞ്ഞാലും അത് സ്വീകരിക്കാനും കേൾക്കാനും ഒക്കെ ഉള്ള ഒരു ആളായിരിക്കണം, പറ്റുന്ന ആളായിരിക്കണം. എനിക്ക് പല കാര്യത്തിലും ഇനീഷ്യേഷൻ എടുക്കാനും ഡിസിഷൻ എടുക്കാനും ഒക്കെ കഴിവുള്ള ആളായിരിക്കണം. പിന്നെ എന്താ പറയാ അവരുടെ കൊളീഗ്സുമായിട്ട്, അവർ എന്ന് വെച്ചാൽ കൂടെ വർക്ക് ചെയ്യുന്ന ആളുകളാണ് കൊളീഗ്സ് എന്ന് വിളിക്കാം, കോവർക്കേഴ്സ് എന്ന് വിളിക്കാം. അവരുമായിട്ട് നല്ല ടേംസിൽ
മനസ്സിലായിരിക്കണം, നല്ലൊരു ബന്ധം സൃഷ്ടിക്കാനായിട്ട് കഴിവുള്ള ആളായിരിക്കണം. ഏതെങ്കിലും രീതിയിൽ തന്റെ സബോർഡിനേറ്റ്സ്, തന്റെ താഴെയുള്ളവരൊക്കെ എന്തെങ്കിലും തരത്തിലുള്ള ഡിഫിക്കൽട്ടിയിൽ ഫേസ് ചെയ്യുന്ന സമയത്ത് അവരുമായിട്ട് സഹകരിച്ച് കോപ്പറേറ്റ് ചെയ്ത് അവരെ എന്താ പറയാ ഒരു ഹാപ്പി മൂഡിലേക്ക് കൊണ്ടുവരാൻ കഴിവുള്ള ആളായിരിക്കണം. പിന്നെ എന്താ പറയാ ഏതെങ്കിലും തരത്തിലുള്ള ഫീഡ്ബാക്കുകളൊക്കെ നമുക്ക് എന്തെങ്കിലും പേഴ്സണൽ മാറ്റേഴ്സ്, അതായത് വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഈ തൊഴിലാളികൾക്ക് സംഭവിച്ചു കഴിഞ്ഞാൽ അതൊക്കെ വളരെ ശ്രദ്ധയോടുകൂടി അത് എന്താ പറയാ ഓർഗനൈസേഷന്റെ ഉള്ളിൽ തന്നെ നിന്നുകൊണ്ട് അതിന്റെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി ഫീഡ്ബാക്കുകളൊക്കെ മനസ്സിലാക്കിയതിനു ശേഷം എന്താ പറയാ അവർക്ക് വേണ്ടത്ര രീതിയിലുള്ള അഭിപ്രായങ്ങളൊക്കെ പങ്കുവയ്ക്കാനൊക്കെയുള്ള കഴിവുകളായിരിക്കും. ഇതൊക്കെയാണ് നമ്മൾ അവിടെ പഠിച്ചത് അല്ലെ, 2ാമത്തെ പേജിൽ പറഞ്ഞത്, അല്ല 3ാമത്തെ പേജിൽ പറഞ്ഞത്. ഇനി അടുത്തത് എന്തായിരുന്നു നമ്മൾ പറഞ്ഞേ? ശ്രീമോൾ ഒന്ന് പറയാമോ? ഹെലനാണ് അടുത്തിരിക്കുന്ന ആള്. ഹെലൻ ഒന്ന് പറയാമോ? അടുത്ത പേജിൽ നമ്മൾ എന്തൊക്കെയാ പഠിച്ചത്? ഇമ്പോർട്ടന്റ് ആയിട്ട് പറയാൻ എളുപ്പമുള്ള ഒരു ഭാഗമാണ്. ഹെലനില്ല? ഇത് ജസ്റ്റ് ഒന്ന് ക്ലാസ്സിൽ ഉണ്ടായിരുന്നില്ല. കഴിഞ്ഞ ക്ലാസ്സിൽ ഉണ്ടായി. ഇത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തല്ലോ. അതല്ല, ആ ക്ലാസ്സിൽ ഉണ്ടായിരുന്നില്ല. കുറച്ച് ദിവസങ്ങളായിട്ടില്ല. അല്ല, ആ ക്ലാസ്സിൽ ഉണ്ടായിരുന്നില്ല. അപ്പൊ ആ ക്ലാസ് കൂടിയിട്ടുണ്ടായിരുന്നില്ല. അത് റെക്കോർഡഡ് ക്ലാസ്സും കേട്ടില്ല? ഇല്ല. നമുക്ക് കുറച്ച് സമയം ഉള്ളത് കൊണ്ടാണ് ഞാൻ ഇതൊന്നുകൂടി റിവൈസ് ചെയ്ത് ഇങ്ങനെ വരണേ. ഇനിയിപ്പോ ലാസ്റ്റ് നമുക്ക് റിവൈസ് ചെയ്യാൻ സമയം കിട്ടിയില്ലെങ്കിലോ എങ്ങനെയാലും എന്റെ ക്ലാസ്സുകൾ ഞാൻ തീർക്കും. ഇനി എനിക്ക് ഒറ്റ ചാപ്റ്റർ കൂടിയേ ഉള്ളൂ അതെന്റെ കയ്യിൽ ഇട്ടിരിക്കുന്നത്. അത് അധികം ഇത്രയും ഇപ്പൊ നമ്മുടെ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് ഏറ്റവും വലിയ ചാപ്റ്റർ ആണ്. എല്ലാ എന്താ പറയാ ഇതും കൂടി കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഇത് തന്നെയായിരുന്നു ഏറ്റവും വലിയ ചാപ്റ്റർ. അപ്പൊ അതിന്റെ തീർന്നു. അടുത്ത ചാപ്റ്ററിലേക്ക് നമ്മൾ പോണേക്കുമ്പോ ജസ്റ്റ് ഒന്ന് നമുക്ക് എന്തെങ്കിലും മനസ്സിലായത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ഷെയർ ചെയ്യാം, ഒന്നും കൂടി നിങ്ങൾക്കൊന്ന് ഓർത്തെടുക്കാലോ എന്ന് വിചാരിച്ചിട്ടാണ് എന്താ ഞാൻ ഈ പണി ചെയ്യുന്നത്. അല്ലെങ്കിൽ ഞാൻ വേഗം ഇപ്പൊ അടുത്ത ക്ലാസ്സിലേക്ക് പോയത്. എന്റെ ക്ലാസ് വെറുതെ വേഗം തീർന്നു പോയിട്ട് കാര്യമില്ല. ഇപ്പൊ എനിക്ക് 2 ക്ലാസ്സുകളോട് കിട്ടി, അത് ഒരേ ക്ലാസ് എക്സ്ട്രാ കിട്ടി, ഒരാൾ നിർത്തി തീർന്നു കഴിഞ്ഞപ്പോ. അപ്പൊ നമുക്ക് സമയമുണ്ട്. ലാസ്റ്റ് സമയത്ത് നമുക്ക് എന്താ പറയാ കുറെ ഇങ്ങനെ എല്ലാ ദിവസവും ഇരുന്ന് റിവിഷൻ ചെയ്യുന്നതിനേക്കാളും നല്ലതല്ലേ ആ ഒരു ക്ലാസ്സിനെ ഡിവൈഡ് ചെയ്ത് 2ആക്കി ഡിവൈഡ് ചെയ്താൽ പകുതി സമയം നമുക്ക് റിവൈസ് ചെയ്യാനും ബാക്കി സമയം നമുക്ക് ക്ലാസ് എടുക്കാനും കൂടി ഉപയോഗിക്കാലോ. അത് കുറച്ച് പകുതി സമയം ഞാൻ എടുക്കുള്ളൂ റിവൈസ് ചെയ്യാൻ, ബാക്കി സമയം നമ്മുടെ ക്ലാസ്സിലേക്ക് പോകും. അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് ഈ ഒരു അറ്റംപ്റ്റ് ഞാൻ മുതിർന്നത് തന്നെ. നിങ്ങൾക്ക് വേണ്ട വെച്ചാൽ ഞാൻ വേഗം ക്ലാസ്സിൽ പോയിക്കോളാട്ടോ. അതായത് നമ്മള് ക്ലാസ്സുകളൊക്കെ ഒന്ന് നിങ്ങൾ നേരത്തെ കണ്ട നമ്മളിപ്പോ റെക്കോർഡ് ചെയ്തേക്കുന്ന ക്ലാസ്സുകൾ വേണമെങ്കിൽ ഒന്നുകൂടി രണ്ടാമതും നിങ്ങൾക്ക് കാണാം. ഇല്ലാത്തവർക്ക്, അതായത് കണ്ടവർക്കും കാണാത്തവർക്കും കാണാം. മാത്രമല്ല അതിനകത്ത് തരുന്ന ക്വസ്റ്റ്യൻസ് നിങ്ങളൊന്ന് ആൻസർ ചെയ്യാനും ഒക്കെ ശ്രമിക്കുക. നമ്മൾ അങ്ങനെ അറിയില്ല അല്ലെങ്കിൽ ഞാനത് കണ്ടില്ല എന്നൊരു ഇത് പറയാൻ അവസ്ഥ വരരുത്. കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഒരു ക്ലാസ് സ്കിപ്പ് ചെയ്തിട്ട് അടുത്ത ക്ലാസ്സിലേക്ക് പോകുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്കത് പിടികിട്ടില്ല. ഹെലൻ അതൊന്ന് കാണാട്ടെ അടുത്ത ദിവസം തന്നെ ക്ലാസ്സുകളൊക്കെ. ഇത് നിങ്ങൾ അതിന്റെ ആ ഒരു ക്രോണോളജിക്കൽ ഓർഡറിൽ തന്നെ കാണാം, ഓരോ ദിവസത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെ കാണാം. ഒരെണ്ണത്തെ കളഞ്ഞിട്ട് അതിന് കഴിഞ്ഞിട്ടുള്ളത് കാണുന്നതിനേക്കാൾ കേട്ടോ ഹെലൻ? ഓക്കെ. അടുത്തത് ശ്രീമോൾ ഒന്ന് പറയാമോ? റോൾ ഓഫ് പേഴ്സണൽ മാനേജർ ആണ് നമുക്ക്. ഓക്കെ പറയാം മിസ്. അതിപ്പോ പേഴ്സണൽ റോൾ ഉണ്ട്, വെൽഫെയർ റോൾ ഉണ്ട്, ക്ലറിക്കൽ റോൾ ഉണ്ട്, ഫയർ ഫൈറ്റിംഗ് ലീഗൽ റോൾ ഉണ്ട്. പേഴ്സണൽ മാനേജർക്ക് പ്രധാനമായിട്ടും ഉള്ള റോളുകളെ അവര് ചെയ്യുന്ന ഡ്യൂട്ടീസ് അല്ലെങ്കിൽ അവരുടെ റോളിനെ പ്രധാനമായിട്ടും 4ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. പേഴ്സണൽ റോൾ, വെൽഫെയർ റോൾ, ക്ലറിക്കൽ റോൾ ആൻഡ് ഫയർ ഫൈറ്റിംഗ് റോൾ. പേഴ്സണൽ റോളിന്റെ അകത്ത് അഡ്വൈസറി ആയിട്ടുള്ള ഒരു റോൾ ഉണ്ട് അവർക്ക്. അതില് ഹ്യൂമൻ റിസോഴ്സിനെ എങ്ങനെ എഫക്റ്റീവ് ആയിട്ട് യൂട്ടിലൈസ് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ച് പറയുന്നു. പിന്നെ മാൻ പവർ പ്ലാനിങ്, അത് റിക്രൂട്ട്മെന്റ് എങ്ങനെയായിരിക്കണം, സെലക്ഷൻ പ്രോസസ് ഒക്കെ കുറിക്കുന്ന കാര്യങ്ങളാണ് അവിടെ വരിക. ട്രെയിനിങ്ങും പിന്നെ അവരുടെ ജോബിന്റെ ഡെവലപ്മെന്റും ഒക്കെ പേഴ്സൺസിന്റെ സ്റ്റാഫിന്റെ. പിന്നെ അവരുടെ വർക്കിന്റെ ഇൻഡിവിജ്വൽസിന്റെ ഒക്കെ ഗ്രൂപ്പ് ബിഹേവിയർ എങ്ങനെയാണ്, അവരുടെ വർക്ക് എങ്ങനെയാണെന്നുള്ളതൊക്കെ അസസ്മെന്റ് ചെയ്യുന്നു. അതാണ് പേഴ്സണൽ റോൾസ്. പേഴ്സണൽ വ്യക്തിപരമായിട്ടുള്ളതാണ്. അതായത് അവരുടെ തൊഴിൽപരമായിട്ടുള്ള കാര്യങ്ങളിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പ്ലാൻ ചെയ്യുന്നത് എന്നുള്ളതാണ് പേഴ്സണൽ റോളിൽ വരിക. ഈ വെൽഫെയർ റോളിൽ വരുന്നത് ഓർഗനൈസേഷന്റെ പ്രോബ്ലംസിനെ അതുപോലെ തന്നെ പേഴ്സണൽസിന്റെ പ്രോബ്ലംസിനെ ഒക്കെ റിസർച്ച് അവർ അതൊക്കെ നോക്കി. പിന്നെ സർവീസസ് ഒക്കെ മാനേജ് ചെയ്യുക, ക്യാൻറ്റീൻ പോലത്തെ സർവീസുകളൊക്കെ. പിന്നെ അതിൽ ഗ്രൂപ്പായിട്ട് കൗൺസിലിങ്ങും മോട്ടിവേഷനും ലീഡർഷിപ്പും
അതുപോലെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക അങ്ങോട്ടും ഇങ്ങോട്ടും. പിന്നെ ക്ലറിക്കൽ റോളിൻ്റെ അകത്ത് വരുന്നത് ടൈം കീപ്പിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ, എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതിന്റെ ആ ടൈം ഡ്യൂറേഷൻ ഒക്കെ, സാലറി, വേജ്, ഇൻസെന്റീവ് അതുപോലത്തെ കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്യുക. വരുന്നതാണ്. പിന്നെ റെക്കോർഡ്സ് ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യുക. മാൻ മെഷീൻ റിലേഷൻഷിപ്പ് പരിശോധിക്കുക. ഹ്യൂമൻ എഞ്ചിനീയറിംഗ് ആണ്. അതായത് മാനും മെഷീനും തമ്മിലുള്ള റിലേഷൻഷിപ്പ്, അതൊക്കെ ഏതൊക്കെ റേഷ്യോയിലാണ്, എത്ര മെന്നെ എത്ര ആളുകൾ കൈകാര്യം ചെയ്യുന്നു, എത്ര മെഷീൻസ്, അതിന്റെയൊക്കെ ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ചിട്ടുള്ള ഒരു ഇതാണ് നടത്തുക. പിന്നെ അടുത്തത് ലാസ്റ്റ് വൺ, ഫയർ ഫൈറ്റിംഗ് ലീഗൽ റോളിന്റെ അകത്ത് വരുന്നത് ഗ്രീവൻസ് ഒക്കെ ഹാൻഡിൽ ചെയ്യുക. എന്താ കംപ്ലൈന്റ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ടെങ്കിൽ, ഡിസ്പ്യൂട്ട്സ് ഉണ്ടെങ്കിൽ അത് സെറ്റിൽ ചെയ്യുക. പിന്നെ അത് ഡിസ്പ്യൂട്ട്സ് ഒക്കെ സെറ്റിൽ ചെയ്തിട്ട് ഡിസിപ്ലിനറി ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ കൊണ്ടുവരിക. അതായത് നമ്മുടെ ഓർഗനൈസേഷന്റെ ഡിസിപ്ലിനെ ബാധിക്കുന്ന രീതിയിൽ ഏതെങ്കിലും രീതിയിലൊക്കെ ആളുകളോ പേഴ്സണൽസ് ഒക്കെ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ അതിനെതിരെ ഉള്ള ആക്ഷൻസ് എടുക്കാം. അത് ചിലപ്പോ നമുക്ക് നല്ല രീതിയിലുള്ള ആക്ഷൻസ് ഒക്കെ എടുക്കേണ്ടി വരും. അത് പിന്നെ എല്ലാ സ്റ്റാഫിന്റെ ഒരു അവരുടെ ഡിമാൻഡുകളൊക്കെ കളക്ട് ചെയ്യുക. അതെ, കളക്റ്റീവ് ആയിട്ടുള്ള ഒരു ബാർഗെയിനിങ്. ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ് റോൾ ഓഫ് പേഴ്സണൽ മാനേജറിൽ നമ്മൾ പറഞ്ഞ കാര്യങ്ങള്. പിന്നെ അടുത്തത് ഏതാണ്? അടുത്തത് മേജർ പേഴ്സണൽ മാനേജ്മെന്റ്. ഞാൻ പറയാം. ഇത് പേഴ്സണൽ മാനേജ്മെന്റിന്റെ പ്രോസസ്സ് എങ്ങനെയാണെന്നുള്ളതാണ് പറയുന്നത്. അതുകൊണ്ട് ലീഡർഷിപ്പ് പ്രോസസ്സാണ്. അത് ഇൻഫ്ലുവൻസിങ് ദി ഇൻഡിവിജ്വൽ ടുവേർഡ്സ് ഓർഗനൈസേഷണൽ ഗോൾസ്. ഓർഗനൈസേഷൻ ഗോൾസ് എങ്ങനെ നേടിയെടുക്കാന്നുള്ളതിന് ഇൻഡിവിജ്വൽസിനൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ട് അവരെ നല്ല രീതിയിൽ അതിനെ പാകപ്പെടുത്തിയെടുക്കുക. അതിനു വേണ്ടിയുള്ള ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി. പിന്നെ ജസ്റ്റിസ് ഡിറ്റർമിനേഷൻ, ഈക്വൽ ട്രീറ്റ്മെന്റ് ടു ആൾ ആൻഡ് ഫെയർ കോമ്പൻസേഷൻ. അത് എല്ലാ ആണുങ്ങളായാലും പെണ്ണുങ്ങളായാലും ഒരുപോലെ ജസ്റ്റിസ് ഒക്കെ കൊടുക്കുക. പിന്നെ ടാസ്ക് ആൻഡ് സ്പെഷ്യലൈസേഷൻ പ്രോസസ്, ഡിവിഷൻ ഓഫ് ടോട്ടൽ ടാസ്ക് ഇൻ ടു ജോബ്സിനനുസരിച്ചുള്ള ടോട്ടൽ ഡിവിഷൻ ആക്കി കൊടുത്തിട്ട് ചെയ്യാം. പിന്നെ സ്റ്റാഫിംഗ് പ്രോസസ്, മാൻ പവർ പ്ലാനിങ്, ഡെവലപ്പിംഗ്, റിക്രൂട്ടിംഗ്, അസസ്മെന്റ്, പിന്നെ ഇൻഡക്ഷൻ, ട്രെയിനിങ്, ഓറിയന്റേഷൻ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉള്ള കാര്യങ്ങൾ ചെയ്യാം സ്റ്റാഫിംഗ് പ്രോസസ്സില്. പെർഫോമൻസ് അപ്രൈസൽ, അത് കോൺസ്റ്റന്റ് ഇവാലുവേഷൻ പിന്നെ ഓരോരുത്തരെയും അത് പെർഫോമൻസ് അവരെ അളക്കാൻ വേണ്ടിയിട്ടുള്ള കോൺസ്റ്റന്റ് ഇവാലുവേഷൻ ചെയ്യുന്നതൊക്കെ, എന്നിട്ട് അതിനനുസരിച്ചുള്ള ട്രെയിനിങ്ങും ഒക്കെ, പിന്നെ പോരാത്തതിന് വേണ്ടിയിട്ടുള്ള ട്രെയിനിങ് ഒക്കെ കൊടുക്കുക. പിന്നെ ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ് പ്രോസസ്സ്, അത് ബ്ലെൻഡ് മെനി സബ് പ്രോസസ് ബ്ലെൻഡ് ചെയ്തിട്ട് ക്വാളിറ്റി ഓഫ് വർക്ക് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ട്രെയിനിങ് ഒക്കെ കൊടുക്കുക. അടുത്തത് കോമ്പൻസേഷൻ പ്രോസസ്സ്, അത് ഗിവിങ് ആൻഡ് മോണിറ്ററിങ്, പിന്നെ ഒക്കെ കോമ്പൻസേഷൻ കൊടുക്കുക. നമ്മൾ എന്തെങ്കിലും പിന്നെ വർക്ക് ചെയ്താല് നമ്മൾക്ക് അവർക്ക് എന്തെങ്കിലും അല്ലാതെ ഒക്കെയുള്ള കോമ്പൻസേഷൻ വേണ്ട വിധത്തില് കൊടുക്കുക. പിന്നെ കളക്റ്റീവ് ബാർഗൈനിങ്, പിന്നെ റിഗാർഡ് വിത്ത് ദി യൂണിയൻ ആൻഡ് എംപ്ലോയർ, വേജ് ബെനിഫിറ്റ് ഒക്കെ തമ്മിലുള്ള അവരെ യൂണിയൻ ഒക്കെ ഉണ്ടാവുമല്ലോ ഇവർക്ക്, എംപ്ലോയർ വേജസ്, വർക്കിംഗ് കണ്ടീഷൻ ഒക്കെ നന്നാക്കാൻ വേണ്ടിയിട്ട് ആ റിലേഷൻഷിപ്പ് തമ്മിൽ നല്ല അത് എംപ്ലോയീസിന്റെ യൂണിയനും ഇവരും തമ്മിലുള്ള ഒരു നല്ല റിലേഷൻഷിപ്പില് എല്ലാം പറഞ്ഞൊക്കെ വേജസും ബെനിഫിറ്റ്സ് ഒക്കെ പിന്നെ ജോലി ചെയ്യുന്ന വർക്ക് ടൈമും ഒക്കെ ഉള്ള കണ്ടീഷൻസ് ഒക്കെ വരുത്തുക. ഇതൊക്കെയാണ് പേഴ്സണൽ മാനേജ്മെന്റ് പ്രോസസ്സിൽ. ഓക്കെ, അപ്പൊ അതൊക്കെയാണ് പേഴ്സണൽ മാനേജ്മെന്റ് പ്രോസസ്സിൽ വരുന്നത്. അതായത് ഓരോ ലെവലിലും, അതായത് ഓരോ രീതിയിലും പ്രോസസ്സിങ് നടക്കുന്ന, മാനേജ് ചെയ്യുമ്പോൾ അത് മാനേജ് ചെയ്യുന്നതിനെ കുറിച്ചിട്ട് ഒരുപാട് പ്രോസസ്സിങ് ഒക്കെ നടക്കുന്നുണ്ട്. ഇതെല്ലാം കൂടിയാണ് ഇപ്പൊ നമ്മള് കേട്ടത്. അപ്പോ സഫിയ പറഞ്ഞത്. ഇനി അടുത്ത ആളാരാ? ഇടയ്ക്കിടയ്ക്ക് ആളുകൾ ഇവിടുന്ന് ഇറങ്ങിയൊക്കെ പോകുന്നുണ്ടല്ലോ. ഇനിയുണ്ടോ? ഉണ്ട്. അടുത്ത ടോപ്പിക് എന്താണെന്നൊന്ന് മനസ്സിലായതൊന്ന് പറയാമോ? പേഴ്സണൽ പോളിസി.
പേഴ്സണൽ പോളിസിയിൽ എന്താണ് നമ്മൾ പറഞ്ഞത്? പേഴ്സണൽ പോളിസിയുടെ ഒബ്ജക്റ്റീവ്സ് ആൻഡ് പ്രിൻസിപ്പിൾസ്, അതിന്റെ മെയിൻ ഒബ്ജക്റ്റീവ്സ് ആൻഡ് പ്രിൻസിപ്പിൾസ് ആണ് ഇത് പറയുന്നത്. ഒരു പ്രീ പ്ലാൻഡ് കോഴ്സ് ആണ്. ഓർഗനൈസേഷന്റെ വർക്ക് ഫോഴ്സിന് ഇഫക്റ്റീവ്ലി എങ്ങനെ കൊണ്ടു നടക്കാമെന്നുള്ളതാണ് പറയുന്നത്. അട്രാക്ടിങ് ആൻഡ് റിട്ടൈനിങ് ടാലൻസ്, പിന്നെ പ്രൊമോട്ടിങ് എംപ്ലോയി ഡെവലപ്മെന്റ്, ensuring compliance with the laws and regulations, positive work culture, പിന്നെ ട്രെയിനിങ് പ്രിൻസിപ്പൽസ് എല്ലാവർക്കും ആപ്റ്റ് ആയിട്ടുള്ള ട്രെയിനിങ് കൊടുക്കുക, പിന്നെ റൈറ്റ് പ്ലേസിൽ പോസ്റ്റ് ചെയ്യുക, റൈറ്റ് ടൂൾസ് പ്രൊവൈഡ് ചെയ്യുക, വർക്കിനനുസരിച്ചുള്ള അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്യുക, ടീം കോർഡിനേഷൻ നടത്തുക, പിന്നെ പ്ലാൻ ഫ്യൂച്ചർ കമ്പനിയുടെ ഫ്യൂച്ചർ ടാർഗറ്റ്സിന് വേണ്ടിയിട്ടുള്ള പ്ലാൻസ് വെൽ ബിഫോർ ആയിട്ട് ചെയ്യുക. പിന്നെ പേഴ്സണൽ പോളിസീസ് എപ്പോഴും ക്ലിയർ ആയിരിക്കണം, റിട്ടൺ ഫോമിലായിരിക്കണം, സ്റ്റാഫിന് മനസ്സിലാവുന്ന രീതിയിൽ അവരുടെ ലോക്കൽ ലാംഗ്വേജിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവണം, റീസണബിൾ ആയിരിക്കണം, എംപ്ലോയീസും മാനേജ്മെന്റ് ആയിട്ടുള്ള 2-way കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം അതിൽ ഉറപ്പുവരുത്തിയിട്ടുണ്ടാവണം. ഇതൊക്കെയാണ് അല്ലെ? അപ്പൊ അതായത് നമ്മള് പേഴ്സണൽ പോളിസീസിനെ കുറിച്ചിട്ട് മൊത്തത്തിലുള്ള ഒരു എന്താ പറയാ ഒരു സമ്മറി പോലെ, അതായത് ഒരു സം ടോട്ടലാണ് സ്റ്റെനി പറഞ്ഞത്. അതായത് എല്ലാം ഒബ്ജക്റ്റീവ്സും പ്രിൻസിപ്പിൾസും അതുപോലെ തന്നെ ഒരു സൗണ്ട്, അതായത് നല്ലൊരു പേഴ്സണൽ പോളിസി, നല്ല രീതിയിൽ ഒരു എന്താ പറയാ എംപ്ലോയീസിന് അല്ലെങ്കിൽ തൊഴിൽ വിഭാഗത്തെ എങ്ങനെ നമുക്ക് നല്ല രീതിയിലുള്ള ഒരു പോളിസീസിലൂടെ, നല്ല നയങ്ങളിലൂടെ അവരെ എങ്ങനെ നല്ലൊരു പോളിസി നമുക്ക് ഉണ്ടാക്കിയെടുത്തിട്ട് അതിന്റെ ഒരു നല്ല ക്യാരക്ടറിസ്റ്റിക്സും ഒക്കെയാണ് എല്ലാം കൂടി ഒരുമിച്ച് സ്റ്റഡി പറഞ്ഞത്. അപ്പോ അതും എന്താ പറയാ പേഴ്സണൽ പോളിസി, അതായത് നമ്മുടെ ഒരു മാനേജ്മെന്റ് ഏത് രീതിയിലാണോ അവിടുത്തെ സ്റ്റാഫിനോട് മറ്റ് എല്ലാ എംപ്ലോയീസിനോടും പെരുമാറേണ്ടതും, അതുപോലെ തന്നെ എങ്ങനെയാണ് അവരുടെ വർക്കുകളൊക്കെ ജോബുകളൊക്കെ അലോട്ട് ചെയ്ത് കൊടുക്കേണ്ടതും, അത് ഏത് രീതിയിൽ ആളുകൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ അതൊരു ഏത് ഫോമിലാക്കണം എന്നുള്ളതൊക്കെയാണ് നമ്മൾ അതിനകത്ത് പറഞ്ഞതൊക്കെ. പിന്നെ അടുത്തത് എന്താ നമ്മൾ പഠിച്ചത്? ലിജ പറയാമോ? ലിജ പറഞ്ഞതാന്ന് തോന്നുന്നു അല്ലേ? പറഞ്ഞോ? ഇല്ല, ലിജ പറഞ്ഞതാണോ? ഇല്ല മിസ്, ഞാന് ക്ലാസ് കേറില്ല എന്ന് പറഞ്ഞില്ല. പറഞ്ഞു. ശരി ശരി, ഓക്കെ. ഷീബ ഉണ്ടോ? ഷീബ? മിസ്സേ, ഞാനും പനിയായിട്ട് കുറച്ചു ദിവസം കേറിയില്ല, ഇപ്പോഴാണ് കേറുന്നത്. ഓക്കെ, അടുത്തതോ? ഓക്കെ ഓക്കെ. ഇസത്ത് ഫൈസാൻ ഉണ്ടോ? ഇല്ല. റിൻസി ഉണ്ടോ? റിൻസി ഇല്ല. അഖില ഉണ്ടോ? അഖില പോയി, പെട്ടെന്ന് പോയതാണെന്ന് തോന്നുന്നു കേട്ടാ. അഖില ഇല്ല. അവിടെ ഓപ്പൺ ആക്കി വെച്ചിട്ട് ഇവര് ഞാൻ വിളിക്കുമ്പോ കിട്ടാത്തതാണോ അറിയില്ല. ഓക്കെ, ഇത്രയും പേരൊക്കെ ഉള്ളൂ. അപ്പൊ നമ്മള് ഇത്രയും വരെ, അതായത് അവിടെ നിൽക്കട്ടെ. അടുത്തത് നമ്മൾ പറയാൻ പോകുന്ന അല്ലെങ്കിൽ അടുത്ത നമ്മൾ എന്താ പറയാ ഇതിന്റെ അടുത്ത ഭാഗം എന്ന് പറയുന്നത് ഓർഗനൈസേഷൻ സ്ട്രക്ചർ ആണ്. ഇത്രയും നമ്മൾ ഇന്ന് റിവൈസ് ചെയ്യുന്നുണ്ട്. കുറെ നേരം കഴിഞ്ഞാൽ അത് തന്നെ പറഞ്ഞുകൊണ്ടിരുന്നാൽ നമുക്ക് ഭയങ്കര ബോറിംഗ് ആകും. അപ്പോ ഈ പറഞ്ഞത് നമ്മുടെ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റിന്റെ ഇൻട്രൊഡക്ഷൻ മുതൽ, അതായത് തുടക്കം മുതൽ നമ്മൾ എങ്ങനെയാണ് ഹ്യൂമൻ റിസോഴ്സിനെ മാനേജ് ചെയ്യുന്നത് മുതൽ നമ്മുടെ പേഴ്സണൽ പോളിസീസ്, ഒരു നല്ലൊരു പേഴ്സണൽ പോളിസി എന്താണ്, അതിന് വേണ്ട ക്യാരക്ടറിസ്റ്റിക്സ്, സവിശേഷതകൾ എന്തൊക്കെയാണ്, അവിടെ വരെയാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത്. അപ്പൊ അതുവരെയുള്ളത് നിങ്ങൾ ഒന്നുകൂടെയൊക്കെ വായിച്ചു നോക്കുക. കുറെ പേരൊക്കെ അത് വായിക്കാത്തവരുണ്ടെന്നാ തോന്നണേ. ഒരു പ്രാവശ്യമെങ്കിലൊക്കെ നിങ്ങൾ റെക്കോർഡഡ് ക്ലാസ് കാണേണ്ടവരാണെങ്കിൽ കൂടി അതൊന്ന് ജസ്റ്റ് ഒന്ന് പറയുമ്പോ, ചോദിക്കുമ്പോ ഒന്ന് പറയാനായിട്ട്, എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട്, നിങ്ങൾക്ക് മനസ്സിലായത് എന്താ ആ രീതിയിൽ മനസ്സിലായതുപോലെ പറഞ്ഞാൽ മതി. എന്തെങ്കിലും കറക്ഷൻസ് ഉണ്ടെങ്കിൽ നമ്മൾ ഇവിടുന്ന് തരുന്നതായിരിക്കും. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് പറഞ്ഞു നോക്കുമ്പോ നിങ്ങളുടെ കൂടി കോൺഫിഡൻസ് ഒന്ന് ഇമ്പ്രൂവ് ആകും. അതിനോട് വേണ്ടിയിട്ടാണ് പറയിപ്പിക്കുന്നത് കേട്ടോ. ഞാൻ ക്ലാസ്സിൽ ഇരുത്തിട്ട് നിങ്ങളെ കൊണ്ട് നോട്ടൊന്നും ഞാൻ വായിപ്പിക്കാറില്ല.
ഇത് ഇങ്ങനെ സ്വന്തമായിട്ട് നിങ്ങൾ മനസ്സിലായതിന്റെ ഒരു സം ടോട്ടൽ ഒന്ന് പറഞ്ഞാൽ മാത്രം മതി. ഒരു കൺക്ലൂഷൻ ആയിട്ട് ഉള്ള രീതിയിൽ ഒന്ന് പറഞ്ഞാൽ മതി. ഫുള്ളൊന്ന് വായിച്ചതൊന്നും പറയാൻ വേണ്ടിയിട്ടല്ല നിങ്ങളോട് ചോദിക്കുന്നത്. നിങ്ങൾക്ക് എന്ത് ഐഡിയ ആണ് ആ ഒരു പർട്ടിക്കുലർ ഭാഗത്ത് നിന്ന് കിട്ടിയത് എന്നുള്ളത് മാത്രം പറയാനാണ് ഞാൻ വിളിച്ചത്. അത് നിങ്ങളെ ഇത് പറയിപ്പിച്ച് നിങ്ങളെ ടെൻഷനാക്കാൻ വേണ്ടിയിട്ടൊന്നുമല്ല. നമ്മൾ എന്ത് കാര്യവും മറ്റുള്ളവരുമായിട്ട് നമ്മൾ സംസാരിക്കുമ്പോഴാണ് നമ്മുടെ കോൺഫിഡൻസ് വർദ്ധിക്കുള്ളൂ. നമ്മൾ മിണ്ടാതെ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് ഒരു കോൺഫിഡൻസ് ഉണ്ടാവില്ല എന്ത് കാര്യത്തെ കുറിച്ച് സംസാരിക്കുക. ചിലപ്പോൾ തെറ്റായിരിക്കും. എല്ലാത്തിലും പെർഫെക്റ്റ് ആണെന്ന് പറയാൻ പറ്റില്ലല്ലോ. നമുക്ക് നമ്മളുടേതായ പല കറക്ഷൻസും പലരിൽ നിന്നും കിട്ടാനുണ്ടാവും. അപ്പൊ അത് വരാനും കൂടി വേണ്ടിയിട്ട് തന്നെയാണ് കേട്ടോ. നമ്മൾ എവിടെ വരെയാണ് നിങ്ങൾക്ക് ഞാൻ ക്വസ്റ്റ്യൻ തന്നത് എവിടെ തുടങ്ങിയ തരാനുള്ളത് എവിടെ തുടങ്ങിയെന്ന് പറയാമോ? ക്വസ്റ്റ്യൻ തരാനുള്ളത് ഏത് ഭാഗത്തുനിന്നാ പറഞ്ഞു നിർത്തിയത് എവിടെന്നാന്ന് പറയൂ? സെപ്പറേഷൻസ് വരെയുള്ളതിന്റെ ക്വസ്റ്റ്യൻ എംപ്ലോയി ട്രെയിനിങ് തൊട്ടിട്ടുള്ളത് വേണം. എംപ്ലോയി ട്രെയിനിങ് ആണോ? ആ ഓക്കെ. എംപ്ലോയി ട്രെയിനിങ് തുടങ്ങി വേണം. ഓ എഴുതിക്കോ, പെട്ടെന്ന് എഴുതിക്കോ കേട്ടോ. Dash is a process of learning. Dash is a process of learning. A series of programmed behavior. Programmed behavior. PROGRAMMED. Programmed behavior. Next question. Primary purpose. PURPOSE. Purpose of training. Primary purpose of training are to increase dash. Increase dash, comma, to upgrade quality. To upgrade quality, comma, to fulfill future personal needs. To fulfill future personal needs, etc. of an organization. Next question. Dash is a step, 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 in which the trainee is asked to look through the job several times slowly and explain him
each step and explain him each step. Explain him each step. Next one. അടുത്ത ക്വസ്റ്റ്യൻ എഴുതാം. Which are the two important training methods? Which are the two important training methods? Which are the two important training methods? Next one. A person learning a trade from a skilled employer having agreed to work for a fixed period. Having agreed to work for a fixed period. ഒന്നോടെ പറയാമോ സെന്റൻസ് മൊത്തം? തുടക്കത്തിലേ പറയുന്നോ? A person learning a trade from a skilled employer having agreed to work for a fixed period at low wages is called dash. Next one. Idile question. Okay. അടുത്തത്. What is JIT? അടുത്തത്. T group is also known as dash. T group is also known as dash. T group is also known as dash. Next one. What do you mean by performance appraisal? What do you mean by performance appraisal? What do you mean by performance appraisal? അടുത്തത്. Which are the performance evaluation process?
process. Which are the performance evaluation process. അടുത്തത്, what is motivational process? What is motivational process? What is motivational process? Next one, motivational techniques. Motivational techniques are to persuade, P-E-R-S-U-A-D-E. Motivational techniques are to persuade dash. Persuade dash. Next one, motivation which is linked directly or indirectly. Linked directly or indirectly. Motivation which is linked directly or indirectly with money, comma, wages, comma, leave with the pay, etc. Leave with the pay, etc. are called dash. Next one, which are the principles of reinforcement? Which are the principles of reinforcement? Next one, dash is a written complaints, W-R-I-T-T-E-N, written complaints filed by an employee, F-I-L-E-D, filed by an employee, and claiming unfair treatments. Dash is a written complaint filed by an employee and claiming unfair treatments. ഓക്കെ, ഇപ്പൊ അത്രയും ക്വസ്റ്റ്യൻസ് നമ്മള് ബാക്കിയുള്ള ഭാഗത്തു നിന്നുള്ളത് തന്നിട്ടുണ്ട്. നിങ്ങള് ഇനിയും എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ നമുക്ക് പിന്നീട് എഴുതാം. കുറെ ക്വസ്റ്റ്യൻസ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് ഇഷ്ടംപോലെ ക്വസ്റ്റ്യൻസ് എഴുതിയിട്ടുണ്ട് കേട്ടോ. മോക്ക് ടെസ്റ്റ് കൂടാതെ തന്നെ ഒത്തിരി ക്വസ്റ്റ്യൻസ് ഒക്കെ എഴുതിയിട്ടുണ്ട്. അപ്പൊ അതൊന്ന് നിങ്ങൾ ആൻസർ ചെയ്യാം. ഓക്കെ, നമുക്കിന്ന് അടുത്ത ഒരു ചാപ്റ്റർ തുടങ്ങാം. കുറച്ചൊക്കെ എടുക്കാം. പറഞ്ഞു നിങ്ങളോട് അടുത്ത ചാപ്റ്ററിന്റെ പേരാണ് എന്താ പറഞ്ഞേ? ചാപ്റ്ററിന്റെ പേര് പറഞ്ഞത് മറന്നുപോയി അപ്പോഴേക്കും? പബ്ലിക് റിലേഷൻ ഹോസ്പിറ്റൽ. യെസ്, ഇതാണ് പബ്ലിക് റിലേഷൻസ് ഇൻ ഹോസ്പിറ്റൽ. 4ാമത്തെ മൊഡ്യൂൾ അല്ലേ മിസ്സേ? അതെ, ലാസ്റ്റ് മൊഡ്യൂളിലാണ്.
4ാമത്തെ മൊഡ്യൂളിലെ ചാപ്റ്റർ ആണ് കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് പബ്ലിക് റിലേഷൻ. എന്താ റിലേഷൻ? റിലേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? റിലേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ എപ്പോഴും ഉപയോഗിക്കുന്ന വാക്കാണ് അല്ലെ. റിലേഷൻ എന്ന് പറഞ്ഞാൽ ബന്ധമാണ്, ബന്ധം. അവിടെ പബ്ലിക് റിലേഷൻ എന്തായിരിക്കും? അപ്പൊ പബ്ലിക് റിലേഷൻ പബ്ലിക്കുമായിട്ടുള്ള ബന്ധം അല്ലെ, പബ്ലിക്കുമായിട്ടുള്ള ബന്ധമാണ്. അതായത് പൊതുജനങ്ങളാകാം, അല്ലെങ്കിൽ പുറത്ത് എന്തെങ്കിലും പുറത്തുള്ളവരുമായിട്ടുള്ള ഒരു ബന്ധം. അതായത് നമ്മള് ബന്ധങ്ങൾ പല രീതിയിൽ നമ്മൾ പറയും അല്ലെ. ബന്ധങ്ങളെ നമുക്ക് പറയാനായിട്ട് പല രീതിയിൽ നമ്മൾ എന്താ പറയാ, നമ്മുടെ വീടുകളിൽ തന്നെ പല ബന്ധങ്ങൾ നമ്മൾ പറയും അല്ലെ. അങ്ങനെയൊക്കെ അതൊക്കെയാണ് പറയാം. പക്ഷെ ഒരു പബ്ലിക് റിലേഷൻ എന്ന് പറയുമ്പോൾ പുറത്തുള്ളവരുമായിട്ടുള്ള ഒരു ബന്ധമാണ്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇവിടെ ഹോസ്പിറ്റലിലെ പബ്ലിക് റിലേഷൻസ് ആണ്. ഈ PRO പബ്ലിക് റിലേഷൻസ് ഓഫീസർ എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലെ. അതായത് അതിനു വേണ്ടിയിട്ട് ഇന്ന് പല എന്താ പറയാ ഓർഗനൈസേഷനിലും ഈ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് പോലെ തന്നെ ഒരു പുതിയ കൺസെപ്റ്റ് കൊണ്ടുവന്നിരിക്കുന്നതാണ് ഈ പബ്ലിക് റിലേഷൻസ്. എന്ന് വെച്ചാൽ പൊതുജനങ്ങളുടെ താല്പര്യം, അവരുടെ മനസ്സ്, അവർക്ക് എന്താണ് അവര് നമ്മളിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യുന്നത്, ആൻഡ് റിയലി അവർക്ക് എന്താണ് കിട്ടുന്നത്. അപ്പൊ അതൊക്കെ നമുക്ക് അറിയണം. അവർക്ക് സാറ്റിസ്ഫൈഡ് ആണോ? അപ്പൊ അവരുമായിട്ടൊരു കമ്മ്യൂണിക്കേഷൻ, ഒരു ബന്ധം ക്രിയേറ്റ് ചെയ്താൽ മാത്രമേ ആ ഒരു കൊടുക്കൽ വാങ്ങൽ, അവരിൽ നിന്ന് കിട്ടേണ്ട കാര്യങ്ങളും നമ്മൾ അവർക്ക് കൊടുക്കേണ്ട കാര്യങ്ങളും അവർ സാറ്റിസ്ഫൈഡ് ആണോ എന്ന് മനസ്സിലാക്കാനൊക്കെ ഒരു ബന്ധം വേണം അല്ലെ. ആ ഒരു ബന്ധം ഉണ്ടാക്കിയെടുക്കുന്ന ആ ഒരു അറ്റ്മോസ്ഫിയർ സൃഷ്ടിച്ചെടുക്കുന്നതാണ് എന്താ പറയാ പബ്ലിക് റിലേഷൻസ് ഇൻ ഹോസ്പിറ്റൽസിലെയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഈ പബ്ലിക് റിലേഷൻസ് എന്ന് പറഞ്ഞാൽ ആ ഒരു സംഭവം, എന്താ പറയാ, ഇപ്പൊ നമ്മളിപ്പോ ഒരു ഓർഗനൈസേഷനിൽ മായി ബന്ധപ്പെട്ട കുറെ ആളുകൾ, ഒരു ഏത് ബിസിനസ് സ്ഥാപനമായാലും അവിടെ ഒരുപാട് കസ്റ്റമേഴ്സ് വരുന്നു, അവരവരുടെ കാര്യങ്ങൾ ആഗ്രഹ പൂർത്തീകരണം നടത്തി പോകുന്നു. എന്തെങ്കിലും സാധനങ്ങൾ വാങ്ങിക്കാനായിരിക്കാം, അപ്പൊ അത് കൊണ്ടുപോകുന്നു. അപ്പൊ അത് കൊണ്ടുപോകുന്നതുകൊണ്ട് വെദർ ദേ ആർ സാറ്റിസ്ഫൈഡ് ഓർ നോട്ട് നമ്മൾ അതറിയുന്നില്ല. ഫീഡ്ബാക്ക് നമുക്ക് കിട്ടണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഇവർ ഓരോ കാര്യങ്ങൾ ഇപ്പൊ അവിടെ വന്നിട്ട് ചെയ്തിട്ട് പോകുമ്പോ അവർക്ക് അവിടെ നിന്ന് എന്ത് കിട്ടുന്നു, വെദർ ദേ ആർ സാറ്റിസ്ഫൈഡ് ഓർ നോട്ട്, അവരതില് സംതൃപ്തരാണോ അല്ലേ എന്നൊന്നും നമുക്ക് മനസ്സിലാക്കാൻ ഒന്നും നിർബന്ധമൊന്നുമില്ല അല്ലെ. പണ്ട് കാലഘട്ടത്തിലൊക്കെ അങ്ങനെയായിരുന്നു. പക്ഷെ അത് നമുക്ക് അതിന്റെ ഒരു ഫീഡ്ബാക്ക് കിട്ടുക എന്നുള്ളത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നു. ഇന്ന് മിക്ക ഓർഗനൈസേഷനിലും, ഹോസ്പിറ്റലിൽ മാത്രമല്ല മിക്ക ഓർഗനൈസേഷനിലും ഇങ്ങനെ ഒരു സിസ്റ്റം കൂടി കൊണ്ടുവന്നു കഴിഞ്ഞപ്പോ, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പ്രോസസ്, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു മാനേജ്മെന്റിങ് സിസ്റ്റം കൂടി കൊണ്ടുവന്നു കഴിഞ്ഞപ്പോ നമുക്ക് പല കാര്യങ്ങളും അവരിൽ നിന്ന് ഇങ്ങോട്ടേക്ക് നമുക്ക് കളക്ട് ചെയ്യാനും സാധിക്കും. അങ്ങനെ ഒരു ബന്ധം കൊണ്ടുവന്ന് എന്താണ് ഈ ഒരു കാര്യങ്ങള് എന്താ പറയാ സിസ്റ്റമാറ്റിക് ഓർഡറിൽ നമുക്ക് എന്തെങ്കിലും കറക്ഷൻസ് വരും. അപ്പൊ ഞാൻ ചെയ്യുന്നതെല്ലാം പെർഫെക്റ്റ് ആണെന്ന് നിർബന്ധമൊന്നുമില്ല. അപ്പൊ നമുക്ക് ഏതെങ്കിലും രീതിയിൽ അവർക്ക് എന്തെങ്കിലും രീതിയിൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ അത് നമ്മൾ അറിഞ്ഞാലേ നമുക്കത് കറക്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ അല്ലെ. നമ്മളിൽ നിന്ന് ഇങ്ങനെ ഒരു എന്താ പറയാ ഒരു മോശം കാര്യം നമുക്ക് കിട്ടിയിട്ടുണ്ട്, അല്ലെങ്കിൽ നമുക്ക് ആ ഒരു ഇമ്പാക്ട്, ഒരു നെഗറ്റീവ് ഇമ്പാക്ട് ആണ് നമുക്ക് ആ ഒരു ഹോസ്പിറ്റലിലോ അല്ലെങ്കിൽ ഇന്ന ഓർഗനൈസേഷനിലോ വന്നിട്ട് ഉണ്ടായത്. അപ്പൊ അത് നമുക്ക് മാറ്റാം. നമുക്ക് എന്ത് കാര്യത്തിനും ഒരു സൊല്യൂഷൻ ഉണ്ട് അല്ലെ. നമുക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. പലതരത്തിലുള്ള തെറ്റുകൾ വരുന്നതാകാം, ആരെങ്കിലും ഏതെങ്കിലും ഭാഗത്തു നിന്ന് വരുന്നതാകാം, ഏതെങ്കിലും സ്റ്റാഫിന്റെ ഭാഗത്തു നിന്ന്, ഏതെങ്കിലും ലെവൽ ഓഫ് മാനേജ്മെന്റിൽ നിന്ന് വരുന്നതാകാം. പല രീതിയിലും എന്താ പറയാ നമുക്ക് തെറ്റുകൾ വരാൻ സാധ്യത. ആരും പെർഫെക്റ്റ് അല്ല. അപ്പൊ തെറ്റുകൾ ഇങ്ങനെ വരുമ്പോ ഹൗ ക്യാൻ ബി കറക്റ്റ് ഇറ്റ്? അപ്പൊ നമുക്കത് തെറ്റാണ്, അത് തെറ്റ് വന്നിട്ടുണ്ടെന്ന് നമ്മളുടെ ഒരു ഇതിലേക്ക് നമുക്ക് അറിയുകയും വേണം, അതിന് നമുക്ക് കറക്റ്റ് ചെയ്യുകയും വേണം. അതിന് ഒരു ബന്ധം വേണം. ആ ഒരു ബന്ധം ക്രിയേറ്റ് ചെയ്യുന്നത് ഒരു ഹോസ്പിറ്റലിൽ നിന്ന് ഒരു അത്യാവശ്യ ഘടകമായി മാറിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് പബ്ലിക് റിലേഷൻസ് ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന PRO വർക്കുകളൊക്കെ. അത് അതിന് വേണ്ടിയിട്ട് ഓഫീസേഴ്സിനെയൊക്കെ സെറ്റ് ചെയ്തിട്ട് അവർ അത്തരം കമ്മ്യൂണിക്കേഷൻ, ആ ഒരു വേ ഓഫ് കമ്മ്യൂണിക്കേഷനിലൂടെ അവരത് ഉണ്ടാക്കിയെടുക്കുകയൊക്കെ ചെയ്യുന്നത്. ഇങ്ങനെ ഒരു ആശയം പല ഓർഗനൈസേഷനിലും വേണമെന്നും, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഓർഗനൈസേഷൻസിൽ ഇത്തരം പബ്ലിക് റിലേഷൻസിന്റെ എന്താ പറയുക ഇമ്പോർട്ടൻസ്, ആവശ്യകത മനസ്സിലാക്കിക്കൊണ്ട് അതിന് വേണ്ടിയിട്ട് ഒരു കുറെ കാര്യങ്ങൾ പഠിച്ച് റിസർച്ചുകളൊക്കെ നടത്തി അതിന് നമ്മുടെ ഇന്ത്യയില് ഏറ്റവും കൂടുതൽ അതിന് വേണ്ടിയിട്ട് പ്രവർത്തിച്ചുമൊക്കെ എന്താ പറയാ ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്ത ഒരു വ്യക്തിത്വത്തെയാണ് നമ്മൾ ഇന്ന് പടത്തിൽ ആദ്യമായിട്ട് നിങ്ങളുടെ മുമ്പിൽ ഒരു പടം കാണിച്ചിട്ടുണ്ട്. ആരാണായിരുന്നു? ആരാത്?
എഡ്വേർഡ് ബെർണൈസ് എന്ന് പറയുന്ന ഒരു ആളാണ്. അദ്ദേഹത്തിന്റെ ഒരു ലൈഫ് സ്പാൻ അവിടെ തന്നിട്ടുണ്ട്. ഹി ഹാസ് ബീൻ ലിവ്ഡ് 404 years, 104 വയസ്സ് വരെ ജീവിച്ചിരുന്ന 1891 ജനിച്ച് 1995 മരിച്ച ഒരു പേഴ്സൺ ആണ് എഡ്വേർഡ് ബെർണൈസ് എന്ന് പറയുന്നത്. അദ്ദേഹം എന്താണ്, അതാണ് അദ്ദേഹത്തിന്റെ പടമാണ് ആദ്യം കൊടുത്തിരിക്കുന്നത്. അപ്പൊ സോ വാട്ട് ഈസ് ദ റിലേഷൻ, ഇവിടെ അദ്ദേഹത്തിന്റെ പ്രാധാന്യം എന്താണ് എന്നൊക്കെയാണ് നമ്മൾ ഇനി അടുത്ത ഒരു താഴെ കാണുന്ന പടത്തിൽ അദ്ദേഹത്തെ കുറിച്ച് ഒരു പ്രൊഫൈൽ ഒരു കൊടുത്തിട്ടുണ്ട്. അതായത് എന്താണ് ആൾക്ക് ഇവിടെ ഈ നമ്മൾ പഠിക്കാൻ പോകുന്ന ടോപ്പിക്കുമായിട്ട് ബന്ധം എന്ന് നമുക്ക് നോക്കാം. അപ്പൊ കണ്ടല്ലോ, ആളുടെ പടമാണ് കൊടുത്തിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ അങ്കിൾ ഉണ്ട്, സൈമണ്ട് ഫ്രോഡ് എന്ന് പറയുന്ന രണ്ട് ആളുകളുടെ ഫോട്ടോസ് ആണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ഇനി എഡ്വേർഡ് ബെർണൈസിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഇവിടെ ഈ ഒരു അടുത്ത ഒരു പ്രൊഫൈൽ അവിടെ കാണിച്ചു വെച്ചിരിക്കുന്നത്. ആരാണത്? അതിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഹി ഈസ് ദ ഫാദർ ഓഫ് പബ്ലിക് റിലേഷൻസ്. അദ്ദേഹമാണ് എന്താ പറയാ പബ്ലിക് റിലേഷൻസിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന ഒരു വ്യക്തി ആണ് എഡ്വേർഡ് ബെർണൈസ് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് പടം ആദ്യം തന്നെ കൊടുത്തേക്കണായിട്ട്. അത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പഠിക്കാൻ പോകുന്ന ടോപ്പിക്. അങ്ങനെ ഒരു ആശയം ഹോസ്പിറ്റൽസിലേക്ക് കൂടി കൊണ്ടുവരണം, അല്ലെങ്കിൽ എല്ലാ ഓർഗനൈസേഷനിലും അതും അത്യാവശ്യമാണ് എന്ന് അത്തരം എന്താ പറയാ റിലേഷൻസിലൂടെ മാത്രമേ നമുക്കൊരു ഹെൽത്തി ആൻഡ് വെൽത്തി ആയിട്ടുള്ള ഒരു ഓർഗനൈസേഷൻ ആക്കി ഏതൊരു ഓർഗനൈസേഷനെ മാറ്റാൻ പറ്റുള്ളൂ എന്ന് മനസ്സിലാക്കി റിസർച്ചുകളിലൂടെ മനസ്സിലാക്കിയ അദ്ദേഹമാണ്. അദ്ദേഹത്തെ കുറിച്ച് അപ്പൊ നമുക്ക് അറിയണ്ടേ ആരാണ് ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച, ആരുടെ തലയാണ് ഇതിന്റെ പിന്നിൽ എന്ന് അറിയണമല്ലോ. അതിന് വേണ്ടിയിട്ടാണ് ഓരോ പടം കൊടുത്തേക്കണേ കേട്ടോ. ഇനി അദ്ദേഹം എന്തിനു രൂപം കൊടുത്തു എന്നാ പറഞ്ഞേക്കണേ? ഹി കോയിൻഡ് ദ പബ്ലിക് റിലേഷൻസ് കൗൺസിൽ. അദ്ദേഹം രൂപം കൊടുത്ത ഒരു കൗൺസിലാണ് പബ്ലിക് റിലേഷൻസ് കൗൺസിൽ. ഒരു പ്രൊഫൈലിലാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ അദ്ദേഹം എന്താ പറയാ ഒരു പ്രസിദ്ധമായ അദ്ദേഹത്തിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ബുക്ക്, ഒരു പബ്ലിക് റിലേഷൻസുമായി ബന്ധപ്പെട്ട ഒരു ബുക്ക് അദ്ദേഹം എഴുതി തയ്യാറാക്കിയിട്ടുണ്ട്. അതിന്റെ പേര് ഇതാണ്, ക്രിസ്റ്റലൈസിങ് പബ്ലിക് ഒപ്പീനിയൻ. എന്താ ക്രിസ്റ്റലൈസ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ക്രിസ്റ്റൽ ക്ലിയർ എന്നൊക്കെ നമ്മൾ കേട്ടില്ലേ? ക്രിസ്റ്റൽ ക്ലിയർ, വാട്ടർ ഈസ് ക്രിസ്റ്റൽ ക്ലിയർ എന്ന് കേട്ടിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അതായത് യാതൊരു രീതിയിലും എന്തില്ല, മായങ്ങളില്ല, ക്രിസ്റ്റൽ ക്ലിയർ ആണ് എന്ന് വെച്ചാൽ ഇവിടെ നിന്ന് അപ്പുറത്തേക്ക് കൃത്യമായിട്ട് വ്യക്തമായിട്ട് സുവ്യക്തമായിട്ട് കാണാം. അങ്ങനെ അപ്പൊ പബ്ലിക് ഒപ്പീനിയന്റെ ക്രിസ്റ്റലൈസിംഗ് ആണ് എന്നാണ് അദ്ദേഹത്തിന്റെ PR ബുക്കിന് പേര് കൊടുത്തിരിക്കുന്നത്. അതായത് പബ്ലിക്കിന്റെ ഒപ്പീനിയൻ യാതൊരു തരത്തിലും എന്താ പറയാ മായങ്ങളൊന്നും ചേർക്കാതെ ക്രിസ്റ്റലായിട്ട്, അതായത് ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് ആളുകളുടെ മുമ്പിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അദ്ദേഹം കാര്യങ്ങളൊക്കെ കുറെ പ്രയത്നിച്ചിട്ടൊക്കെ ഉണ്ടാകും. അദ്ദേഹം നടത്തിയ റിസർച്ചുകളും അദ്ദേഹത്തിന്റെ ഒപ്പീനിയൻസും മറ്റു കാര്യങ്ങളും ഒക്കെ അതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ബുക്കാണ്. അദ്ദേഹത്തിന്റെ ബുക്കിന്റെ പേര് ക്രിസ്റ്റലൈസിംഗ് പബ്ലിക് ഒപ്പീനിയൻ എന്നാണ്. പിന്നെ എന്താണ്? ടോട്ട് ഫസ്റ്റ് PR കോഴ്സ് ഓഫ് ന്യൂയോർക്ക് യൂണിവേഴ്സിറ്റി. ന്യൂയോർക്ക് യൂണിവേഴ്സിറ്റിയിൽ അദ്ദേഹം PRന്റെ ആദ്യത്തെ കോഴ്സ് പഠിപ്പിച്ചത് ന്യൂയോർക്കിലാണ്. അദ്ദേഹം ആ ഒരു PRനെ കുറിച്ചിട്ട് ഒരു കോഴ്സ് തുടങ്ങിയിട്ട് അവിടെ പഠിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് ന്യൂയോർക്ക് യൂണിവേഴ്സിറ്റിയിൽ. പിന്നെ ഫസ്റ്റ് ടു കോൾ ഹിംസെൽഫ് PR എന്ന് പറയുന്ന PRന്റെ ഒരു പ്രൊഫഷണൽ, ഒരു എന്താ പറയാ ഔദ്യോഗികമായിട്ട് PR എന്ന് പറയുന്നതിന്റെ ഒരു എന്താ പറയാ പ്രൊഫസർ എന്നോ അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഉപജ്ഞാതാവ് എന്നൊക്കെ നമുക്ക് ആദ്യമായിട്ട് വിളിക്കാൻ പറ്റുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹം സ്വയമായിട്ടും അദ്ദേഹത്തെ അങ്ങനെ തന്നെ വിളിച്ചു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു പ്രൊഫൈലാണ് നമ്മളിപ്പോ കണ്ടത്. അപ്പൊ എന്തൊക്കെയാണ് അദ്ദേഹത്തിന്റെ ആ ഒരു എന്താ പറയാ ക്യാരക്ടറിസ്റ്റിക്സ് അല്ലെങ്കിൽ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്? പബ്ലിക് റിലേഷൻസിന്റെ പിതാവ് എന്നറിയപ്പെടുന്നു. അദ്ദേഹമാണ് പബ്ലിക് റിലേഷൻസ് കൗൺസിൽ എന്ന് പറയുന്നതിന് രൂപം കൊടുത്തത്. പിന്നെ അദ്ദേഹത്തിന്റെ ഫേമസ് ആയിട്ടുള്ള അദ്ദേഹത്തിന്റെ ബുക്കാണ് ക്രിസ്റ്റലൈസിംഗ് പബ്ലിക് ഒപ്പീനിയൻ എന്നുള്ളത്. അദ്ദേഹം എന്താ പറയാ ന്യൂയോർക്ക് യൂണിവേഴ്സിറ്റിയിൽ PR എന്ന് പറയുന്ന ഒരു കോഴ്സ് തുടങ്ങിയിട്ട് അതിന് ആദ്യമായിട്ട് പഠിപ്പിച്ചത് പുള്ളിക്കാരൻ തന്നെയാണ്. പിന്നെ മാത്രമല്ല അദ്ദേഹം സ്വയം ആയിട്ട് PR പ്രൊഫഷണൽ എന്ന് അദ്ദേഹത്തെ സ്വയം എന്താ പറയാ പറയുകയും ചെയ്തു. അപ്പൊ ഇതാണ് അപ്പൊ നമ്മൾ പഠിക്കാൻ പോകുന്നത് പബ്ലിക് റിലേഷൻസ് ഇൻ ഹോസ്പിറ്റൽസ്. ഹോസ്പിറ്റൽസിലെ പബ്ലിക് റിലേഷൻസിന്റെ പ്രാധാന്യവും എന്തൊക്കെയാണ് അവിടെ ചെയ്യുന്നത്, എന്താണ് പബ്ലിക് റിലേഷൻ, അല്ലെങ്കിൽ എന്തിനാണ് നമ്മൾ അത് ഇവിടെ നടത്തുന്നത്, എന്തൊക്കെയാണ്. അപ്പൊ ഇത് ബന്ധപ്പെട്ടിരിക്കുന്ന വ്യക്തിത്വം, ആ പേഴ്സണൽ ആണ് നമ്മളിപ്പോ മുകളിൽ കണ്ട എഡ്വേർഡ് ബെർണൈസ് എന്ന് പറയുന്നത്. അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു ചെറിയ ഒരു എന്താ പറയാ പ്രൊഫൈൽ നമ്മൾ അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. കാരണം ഇതിന്റെ ഉറവിടം എവിടെ നിന്നാണെന്ന് അറിയണമല്ലോ, എന്നിട്ടാണ് നമ്മൾ അതിന്റെ കാര്യങ്ങളൊക്കെ പഠിക്കാം. എന്താണ് പബ്ലിക് റിലേഷൻ എന്ന് അദ്ദേഹം ഇവിടെ എന്താ പറയാ ജോൺ മില്ലറ്റ് എന്ന് പറയുന്ന ആള് ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ഇറ്റ് മീൻസ് നോയിങ് വാട്ട് പബ്ലിക് ഹോപ്പ്. അതായത് പബ്ലിക് എന്താണ് പ്രതീക്ഷിക്കുന്നത്, എന്താണ് അവര് എന്താ പറയാ മുൻകൂട്ടി അവരുടെ പ്രതീക്ഷയിലുള്ളത് എന്താണ്, ആൻഡ് എക്സ്പ്ലെയിനിങ് ഹൗ ദ അഡ്മിനിസ്ട്രേഷൻ ഈസ് സാറ്റിസ്ഫൈങ് ദെയർ ഡിസയേഴ്സ്. അവർ ആഗ്രഹിക്കുന്നത് പോലെ എങ്ങനെയാണ് ആ ഒരു എന്താ പറയാ ഓരോ ഓർഗനൈസേഷനിലെയും അഡ്മിനിസ്ട്രേഷൻ എങ്ങനെയാണ് അത് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് അവരോട്. അതാണ് എന്ത് വിളിക്കുക നമ്മള് പബ്ലിക് റിലേഷൻ. അതായത് ആളുകൾ പബ്ലിക് എന്ത് ഹോപ്പ് ചെയ്യുന്നു,
അവരുടെ ഹോപ്പിനൊത്ത് അല്ലെങ്കിൽ അവരുടെ ആഗ്രഹങ്ങൾക്കൊത്ത് അതെങ്ങനെയാണ് ഓരോ ഓർഗനൈസേഷനും അതിന്റെ അഡ്മിനിസ്ട്രേഷനും അത് സാറ്റിസ്ഫൈ ചെയ്യുന്നത് എന്ന് എക്സ്പ്ലെയിൻ ചെയ്യുക. പരസ്പരം ഒരു കമ്മ്യൂണിക്കേഷൻ ആണ് അത് ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ എന്താ ആഗ്രഹിക്കുന്നു അത് ഞങ്ങൾ എങ്ങനെ നിങ്ങൾക്ക് നടത്തി തരുന്നു, അതാണ് പബ്ലിക് റിലേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഏത് ഓർഗനൈസേഷനിലും ഈ ഒരു പബ്ലിക് റിലേഷൻ അത് കാരണം ഇമ്പോർട്ടന്റ് തന്നെയാണ്. ഇനി മറ്റൊരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട്, ഇത് ഒരു ഓർഗനൈസ്ഡ് പ്രോസസ് ആണ്. അത് നമുക്ക് എന്താ പറയാ ഒരു വളരെ സിസ്റ്റമാറ്റിക് ഓർഡറിൽ നമുക്ക് അത് ഓർഗനൈസ് ചെയ്യാൻ പറ്റുള്ളൂ. അത് എന്തിനു വേണ്ടിയിട്ട്? ടു ഇൻഫ്ലുവൻസ് ദ പബ്ലിക് ഒപ്പീനിയൻ. ആളുകളിൽ നിന്നും അവരുടെ അഭിപ്രായം അറിഞ്ഞ് മനസ്സിലാക്കാൻ അത് സ്വാധീനമാകും. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പബ്ലിക് ഒപ്പീനിയന് ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് അല്ലെങ്കിൽ ആളുകൾക്ക് എന്താണ് നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്, അവർക്ക് പ്രതീക്ഷിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ നമ്മുടെ ഓർഗനൈസേഷനിൽ നിന്നും കിട്ടുന്നുണ്ടോ എന്നുള്ളത് കൂടി മനസ്സിലാക്കിയതിന് ശേഷം അവരുടെ എന്താ പറയാ സ്വഭാവവും മറ്റു കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി ഒരു ജെന്യുവിൻ പെർഫോമൻസിലൂടെ, അതായത് വളരെ സത്യസന്ധമായ രീതിയിലുള്ള പ്രവർത്തനങ്ങളിലൂടെ എന്താ പറയാ ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിംഗ്, ഒരു മ്യൂച്വൽ സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നത് പോലെ ഒരു ടു വേ കമ്മ്യൂണിക്കേഷൻ രീതിയാണ് എന്ന് വിളിക്കാൻ നമുക്ക് പബ്ലിക് റിലേഷൻ. ടു വേ കമ്മ്യൂണിക്കേഷൻ ആണ്. കാരണം എംപ്ലോയർ എന്താ പറയാ ഔട്ട്സൈഡേഴ്സിന്, പുറത്തുള്ളവർക്ക്, അതായത് ഞാനിപ്പോ ഒരു ഹോസ്പിറ്റൽ നടത്തുന്നു അല്ലെങ്കിൽ ഞാനൊരു ഫേം നടത്തുന്നു, ഒരു ഓർഗനൈസേഷൻ നടത്തുന്നു, ഞാൻ എന്റെ ചുറ്റുമുള്ള എനിക്ക് പുറത്തുള്ള പബ്ലിക്കിൽ നിന്ന് എന്താ പറയാ അവരെന്ത് പ്രതീക്ഷിക്കുന്നു അതൊക്കെ എനിക്ക് കൊടുക്കാൻ പറ്റുന്നുണ്ടോ, അത് കൊടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ അത് കൊടുക്കണം. അത് കൊടുക്കുന്നത് അവരെ അറിയിക്കണം. എന്തൊക്കെയാണ് ഞാൻ എന്താ പറയാ നിങ്ങൾക്ക് നൽകുന്നത്, അത് അവരെ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് അറിയിക്കണം. അങ്ങനെ ഒരു ടു വേ കമ്മ്യൂണിക്കേഷൻ അവരുടെ എന്താ പറയാ പെർഫോമൻസിലൂടെ ചെയ്ത് കാണിച്ചു കൊടുത്ത് വിശദമാക്കുന്നതാണ് പബ്ലിക് റിലേഷൻ എന്ന് പറയുന്നത്. അതൊരു ഓർഗനൈസ്ഡ് പ്രൊസീജിയർ ആണ്, അല്ലെങ്കിൽ ഒരു പ്രോസസ്സാണ്. ഇനി എന്തിനു വേണ്ടിയിട്ടാണ്, വാട്ട് ഇസ് ദ നീഡ് ഓഫ് പബ്ലിക് റിലേഷൻ ഇൻ എനി ഓർഗനൈസേഷൻസ് ആൻഡ് പർട്ടിക്കുലർലി നമ്മൾ പഠിക്കുന്ന ഹോസ്പിറ്റൽസിൽ എന്തിനു വേണ്ടിയിട്ടായിരിക്കും ഇങ്ങനെ ഒരു പബ്ലിക് റിലേഷൻ കൊണ്ടുവരേണ്ടത്? അത് പറയുന്നുണ്ട്, കുറച്ച് പോയിന്റുകളായിട്ടാണ് പറഞ്ഞേക്കണേ. ഒന്ന്, ടു എൻഹാൻസ് ദ വിസിബിലിറ്റി ഫോർ ദ ഹോസ്പിറ്റൽ എംപ്ലോയീസ് പ്രോഗ്രാംസ് ആൻഡ് സർവീസസ്. ഓരോ ഹോസ്പിറ്റലുകളും അവര് എന്തൊക്കെ ആളുകൾ ചെയ്യുന്നു അതൊക്കെ എംപ്ലോയീസിനും അതുപോലെ തന്നെ അവിടെ മറ്റുള്ളവർക്കും ഒക്കെ എംപ്ലോയീസ് അവരുടെ ജോലിക്കാർ എന്തൊക്കെ ചെയ്യുന്നു, അതുപോലെ തന്നെ അവരുടെ പ്രോഗ്രാമുകൾ എന്തൊക്കെയാണ്, അവരെന്തൊക്കെ സേവനങ്ങളാണ് കൊടുക്കുന്നത് എന്നുള്ളത് മറ്റുള്ളവർക്ക് വിസിബിൾ ആക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ ഒരു നീഡ് എന്ന് പറയുന്നത്. അതായത് ഞങ്ങൾ ഇങ്ങനെയൊക്കെ, അതായത് യാതൊരു മറയും ഇല്ലാതെ ഇവിടെ ഈ ഹോസ്പിറ്റലിൽ ഇന്ന കാര്യങ്ങളൊക്കെയാണ് ഓരോ എംപ്ലോയീസ് ചെയ്യുന്നത്, അത് ഞങ്ങൾ ആർക്കും മറച്ചു വെക്കുന്നില്ല, എല്ലാവർക്കും വിസിബിൾ ആകുന്ന രീതിയിൽ, ട്രാൻസ്പെറന്റ് ആകുന്ന രീതിയിൽ ഉള്ള സേവനങ്ങളാണ് കൊടുക്കുന്നത്. അപ്പൊ മറയില് മറ്റു കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല, ഇവിടെ നടക്കുന്ന പ്രൊസീജിയേഴ്സ് പ്രോഗ്രാംസ് ഒക്കെ ഇങ്ങനെയൊക്കെയാണ് എന്നുള്ളത് എല്ലാവർക്കും വിസിബിൾ ആക്കുക എന്നുള്ളത്, ആ വിസിബിലിറ്റി വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് പബ്ലിക് റിലേഷനോട് ഒന്നാമത്. അതായത് ഒളിച്ചു പാർട്ട് നമ്മൾ ഒരു കാര്യവും ഇവിടെ ചെയ്യുന്നില്ല. അതായത് പല കാര്യങ്ങളും അങ്ങനെ ചെയ്യുന്നവരും ഉണ്ട്, പല ഓർഗനൈസേഷൻസിലും അങ്ങനെ എന്താ പറയാ ആളുകളെ മറച്ച് നിവർത്തിക്കൊണ്ട് പല കാര്യങ്ങളും അവർ ചെയ്യുന്നുണ്ട്. പക്ഷെ അത് കൊണ്ട് അങ്ങനെ വരുമ്പോ എന്താണ് സുതാര്യമല്ല. അത് ആളുകൾക്ക് മറ്റ് എന്താ പറയാ സംശയങ്ങൾക്കും അല്ലെങ്കിൽ ആശയക്കുഴപ്പങ്ങൾക്കും ഒക്കെ സാധ്യതകളുള്ളതാണ്. പക്ഷെ ക്രിസ്റ്റൽ ക്ലിയർ ആക്കി കഴിഞ്ഞാൽ, പബ്ലിക് റിലേഷൻസ് കീപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇത്തരം അവ്യക്തതയൊക്കെ മാറ്റി വ്യക്തമായ ഒരു ധാരണയില് ആളുകൾക്ക്, അതായത് അവിടെ വരുന്ന കസ്റ്റമേഴ്സ് ആയിക്കോട്ടെ മറ്റു പലരായിക്കോട്ടെ ആർക്ക് വേണമെങ്കിലും സുതാര്യമാകുന്ന രീതിയിൽ വ്യക്തമാക്കി കൊടുക്കാനായിട്ട് പറ്റും. ഇനി രണ്ടാമത്തേത് എന്താണ്? പൊസിഷൻ ഓഫ് ദ ഹോസ്പിറ്റൽ ഈസ് എ ഹെൽത്ത് കെയർ. ആക്ച്വലി ഹെൽത്ത് കെയർ എന്ന രീതിയിൽ, ആരോഗ്യ പരിപാലനം എന്ന രീതിയിൽ ഒരു എന്താ പറയാ ഒരു ലീഡർഷിപ്പ് അല്ലെങ്കിൽ ഒരു അതോറിറ്റി വിതിൻ ദ കമ്മ്യൂണിറ്റി ഓർ റീജിയൻ, അവിടെയുള്ള സമൂഹവുമായിട്ടോ അല്ലെങ്കിൽ അവിടെയുള്ള റീജിയനുമായിട്ടോ ഒരു പ്രത്യേക പ്രദേശവുമായിട്ടോ ഒരു ഹോസ്പിറ്റലിന് അതിൻ്റെതായ ഒരു എന്താ പറയാ ഒരു ലീഡർഷിപ്പ് അല്ലെങ്കിൽ ഒരു അധികാരം അവർക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. എന്ന് വെച്ചാൽ നമ്മൾ മറ്റുള്ളവരെ പേടിക്കേണ്ടി വരുന്ന എപ്പോഴാണ്? എന്തെങ്കിലും തരത്തിൽ കള്ളത്തരമൊക്കെ കാണിക്കേണ്ടി വരുമ്പോഴാണ് അല്ലെ. അപ്പൊ കള്ളത്തരങ്ങൾ കാണിക്കാതെ നമ്മൾ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മുടെ ഓർഗനൈസേഷനിൽ ചെയ്യുന്നതെങ്കിൽ അത് നമ്മൾ അവർക്ക് വ്യക്തമായി കാണിച്ചു കൊടുക്കുന്നുണ്ടെങ്കിൽ അവിടെ യാതൊരു രീതിയിലും മറച്ചു വെക്കലിന്റെ ഒന്നും ആവശ്യമില്ല. മാത്രമല്ല നമ്മൾ ആരെയും കണ്ട് പേടിക്കേണ്ട ആവശ്യമില്ല. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? അധികാരത്തോടെ വളരെ ലീഡർ പോലെ, അതായത് നമ്മൾ മറ്റു ഓർഗനൈസേഷനിൽ നിന്നും കുറച്ചുകൂടി വ്യത്യസ്തമായ രീതിയിൽ ഞങ്ങൾ ഉയർന്നു തന്നെ നിൽക്കുന്നു സ്വയം എന്ത് ചെയ്യാൻ പറ്റും? അവർക്ക് അവരുടെ പൊസിഷൻ കീപ്പ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് പബ്ലിക് റിലേഷന്റെ രണ്ടാമത്തെ ഘടകം. എന്ന് വെച്ചാൽ ചില ആളുകളുമായിട്ട് എന്താ പറയാ ചില ഓർഗനൈസേഷൻ അങ്ങനെയാണ്, ആളുകളെ അതായത് പുറത്തുള്ള ആളുകളെ ഇതിനകത്തേക്ക് എന്താ പറയാ ഇന്റർഫിയർ ചെയ്യാനായിട്ട് അനുവദിക്കില്ല. കാരണം പല കാര്യങ്ങളും പുറത്തേക്ക് വെളിച്ചത്ത് വരും. ചില അവര് ആഗ്രഹിക്കാത്ത പല കാര്യങ്ങളും ചിലപ്പോൾ പുറത്തേക്ക് വരുമെന്ന് വിചാരിച്ചിട്ടായിരിക്കാം. പക്ഷെ അങ്ങനെയൊന്നും ഇല്ലാത്ത ഒരു ഓർഗനൈസേഷൻ ആണെങ്കിൽ തീർച്ചയായിട്ടും അവര് വളരെ ക്രിസ്റ്റലൈസ്ഡ് ആയിരിക്കും. ആളുകൾക്ക് എന്തും അവരുടെ ഒരു നല്ല ഒരു എന്താ പറയാ കമ്മ്യൂണിക്കേഷൻ വേ കീപ്പ് ചെയ്തതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ ഒഴിവാക്കാൻ
ഉണ്ടാക്കാൻ പറ്റുമെന്നാണ്. പിന്നെ ഇൻക്രീസ് അവയർനെസ് ഓഫ് ദ ഹോസ്പിറ്റൽസ് ടോട്ടൽ റേഞ്ച് ഓഫ് പ്രോഗ്രാംസ് ആൻഡ് സർവീസസ്. അതായത് ഒരു ഹോസ്പിറ്റലിൽ കൊടുക്കുന്ന പലതരത്തിലുള്ള സേവനങ്ങളും അവരുടെ പ്രോഗ്രാമുകളൊക്കെ അതിന്റെ മൊത്തത്തിലുള്ള റേഞ്ചിനെ കുറിച്ചിട്ടുള്ള എന്താ പറയാ ഒരു അവബോധം, ഒരു ബോധവൽക്കരണം അത് വർദ്ധിപ്പിക്കാൻ പറ്റും. എന്ന് വെച്ചാൽ ആളുകൾക്ക് ഓരോ ഓർഗനൈസേഷനെ കുറിച്ചും അവർക്ക് ഒരു ധാരണകൾ ഉണ്ടായിരിക്കും. ചിലപ്പോൾ ചില മോശം തെറ്റായ ധാരണകൾ ഉണ്ടാകാം. പക്ഷെ അത് നല്ലൊരു കമ്മ്യൂണിക്കേഷൻ വേയിലൂടെ ആ തെറ്റിദ്ധാരണകളൊക്കെ ഇല്ലാതാക്കാനും സാധിക്കും. അത് ഒരു ബോധവൽക്കരണമാണ്. അങ്ങനെയുള്ള ബോധവൽക്കരണം വർദ്ധിപ്പിക്കണമെങ്കിൽ പബ്ലിക് റിലേഷൻ കൂടിയേ തീരൂ. റിലേഷൻസ് ഇല്ലാതെ പറ്റില്ല എന്നാണ് പറയുന്നത്. അപ്പൊ ഇത്തരം റിലേഷൻസ് വളരെ അത്യാവശ്യമാണ് ഓർഗനൈസേഷനിൽ. പിന്നെന്താ, ഹോസ്പിറ്റലിന്റെ ഇമേജ് എൻഹാൻസ് ചെയ്യാൻ പറ്റും, ഇംപ്രൂവ് ചെയ്യാൻ പറ്റും. ഓരോ ഹോസ്പിറ്റൽസിനും അതിൻ്റെതായ ഇമേജ് ക്രിയേറ്റ് ചെയ്യുന്നതിൽ ഒരു പങ്ക് പബ്ലിക്കിന് തന്നെയാണ്. ആ പബ്ലിക്കിനെ നമുക്ക് ചേർത്ത് പിടിച്ച് അവർക്ക് എന്തെങ്കിലും സംശയങ്ങളോ ഡൗട്ട്സോ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ക്ലിയർ ചെയ്ത് ഒരു എന്താ പറയാ ഒരു ക്ലിയർ പാത്വേ ഉണ്ടാക്കി കഴിഞ്ഞാൽ, അവർ തമ്മിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ പാത്വേ ക്ലിയർ ആക്കി കഴിഞ്ഞാൽ ആ ഹോസ്പിറ്റലിന്റെ ഇമേജ് വർദ്ധിക്കാനും ഇടയാകും. പിന്നെ എന്താ പറയാ റിക്രൂട്ട്മെന്റ്, അതുപോലെ റിട്ടൻഷൻ ഓഫ് എംപ്ലോയീസ്. പുതിയ ആളുകളെ എംപ്ലോയീസിനെ റിക്രൂട്ട് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഉള്ള എംപ്ലോയീസിനെ തന്നെ അവിടെ എന്താ പറയാ പിടിച്ചു നിലനിർത്തുമ്പോ അല്ലെങ്കിൽ അവരെ വിട്ടുപോകാതെ അവിടെ തന്നെ നിലനിർത്തേണ്ടി വരുന്ന എംപ്ലോയീസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം അവർക്ക് ഭയങ്കര ക്വാളിഫൈഡ് ആണ്, നമ്മളുടെ ഓർഗനൈസേഷന്റെ ഒരു അസറ്റ് ആണ് എന്നുണ്ടെങ്കിൽ അവരെ ചേർത്ത് പിടിക്കണം, കൈവിട്ടു പോകാതെ അവർ ചേർത്ത് പിടിക്കണം. കാരണം അവര് ദേ ആർ ദ പാർട്ട് ഓഫ് ദാറ്റ് പർട്ടിക്കുലർ ഓർഗനൈസേഷൻ. അവരും അവരുടെ ആ ഓർഗനൈസേഷന്റെ ഒബ്ജക്റ്റീവ്സ്, ലക്ഷ്യങ്ങൾ നേടിയെടുക്കുന്നതിൽ വളരെ പങ്കുവഹിക്കുന്നവരാ. അപ്പൊ സോ ദേ ഹാവ് ടു ബി റിറ്റെയിൻഡ്. അവരെ അവിടെ നിലനിർത്തേണ്ടത് വളരെ അത്യാവശ്യമാണ്. അപ്പൊ അങ്ങനെയുള്ളവരെ അസിസ്റ്റ് ചെയ്യാം, അങ്ങനെയുള്ള എംപ്ലോയീസിനെ അസിസ്റ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ റിക്രൂട്ട്മെന്റിന്റെ സമയത്തൊക്കെ അവർക്ക് വളരെയധികം ചാൻസസ് ഉണ്ട്. അല്ലെങ്കിൽ ഒത്തിരി അവർക്ക് എന്താ പറയാ അവർക്ക് ഒരുപാട് ആളുകളെ അട്രാക്ട് ചെയ്യാൻ, അവരുടെ ഓർഗനൈസേഷനിലേക്ക് അട്രാക്ട് ചെയ്യാനും പറ്റും. കാരണം എന്താ, ഇത് പബ്ലിക് റിലേഷൻസിലൂടെ മാത്രമേ പറ്റുള്ളൂ. അതായത് നല്ലൊരു ബന്ധം ആളുകളുമായിട്ട് കീപ്പ് ചെയ്താൽ മാത്രമേ അതൊക്കെ സാധ്യമാകുള്ളൂ. പിന്നെ എന്താണ്, ആക്ട് ആസ് എ ഫൗണ്ടേഷൻ വെൻ അൺറിയൽ വ്യൂ ന്യൂസ്. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഏതെങ്കിലും രീതിയിൽ ഹോസ്പിറ്റൽസിനെ കുറിച്ചോ അല്ലെങ്കിൽ ഏതെങ്കിലും സ്ഥാപനങ്ങളെ കുറിച്ചോ ഓർഗനൈസേഷൻസിനെ കുറിച്ചോ തെറ്റായിട്ടുള്ള ചില ന്യൂസുകളൊക്കെ പ്രചരിപ്പിച്ചു കഴിഞ്ഞാൽ എന്താ ചെയ്യാൻ പറ്റും, അവര് ഒരു നല്ല റിലേഷൻസിലൂടെ പബ്ലിക് റിലേഷൻസ് കീപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് അതിന്റെ ഒരു അടിസ്ഥാനം, ഒരു എന്താ പറയുക അടിത്തറ അവർക്ക് ആക്കാൻ പറ്റും. എന്ന് വെച്ചാൽ നല്ല ഒരു റിലേഷൻ ഉണ്ടെങ്കിൽ അങ്ങനെയുള്ള ന്യൂസുകളൊക്കെ ഫേക്ക് ആണെന്ന് മനസ്സിലാക്കി കൊടുക്കാൻ ഇത്തരം റിലേഷൻസിലൂടെയാണ് പറ്റുള്ളൂ. അല്ല നമുക്ക് ഇവരുമായിട്ട് യാതൊരു റിലേഷൻ ഇല്ല, പബ്ലിക്കായിട്ടോ അല്ലെങ്കിൽ വിതിൻ നമുക്കിപ്പോ റിലേഷൻസ് ആരൊക്കെ തമ്മിലുള്ളതാണെന്ന് നമ്മൾ പറയും. ഇപ്പോ ആ റിലേഷൻസ് പുറത്തുള്ളവരായിക്കോട്ടെ, ഇൻസൈഡ് ഓർഗനൈസേഷൻ ആയിക്കോട്ടെ, ഒരു ഹോസ്പിറ്റലാണെങ്കിൽ ഹോസ്പിറ്റലിനകത്തുള്ള എംപ്ലോയീസ്, ഡോക്ടേഴ്സ്, അങ്ങനെ ഒരുപാട് ഇന്റേണൽ ആയിട്ടുള്ള കുറെ എന്താ പറയാ റിലേഷൻസ് ഉണ്ടായിരിക്കും. അതുപോലെ എക്സ്റ്റേണൽ പുറത്തുള്ളവരോട്. അപ്പൊ അത്തരം ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ രണ്ട് ബോത്തിനെയും നമുക്കിവിടെ എന്താ പറയാ ഒരു പിടിച്ചു നിർത്താനായിട്ട്, അല്ലെങ്കിൽ അത്തരം തെറ്റായിട്ടുള്ള വാർത്തകളൊക്കെ പരന്നു കഴിഞ്ഞാൽ, ഹോസ്പിറ്റൽസിനെ കുറിച്ചൊക്കെ പരന്നു കഴിഞ്ഞാൽ അതിനൊക്കെ ഒരു അടിസ്ഥാനം ഉണ്ടാക്കാനായിട്ട് ഈ റിലേഷൻസിലൂടെ മാത്രമേ സാധിക്കുള്ളൂ. അതുകൊണ്ട് തന്നെ പബ്ലിക് റിലേഷൻസ് വളരെ ഇമ്പോർട്ടന്റ് ആണ് ഹോസ്പിറ്റൽസിൽ. ആൻഡ് ലാസ്റ്റ് വൺ, എംപ്ലോയിന്റെ മൊറയിൽ അല്ലെ, എംപ്ലോയി മൊറയിലിനെ നമുക്ക് എന്ത് ചെയ്യാം, ഇംപ്രൂവ് ചെയ്യാൻ പറ്റും. എന്ന് വെച്ചാൽ മാനസികമായിട്ടുള്ള ഒരു എന്താ പറയാ സാറ്റിസ്ഫാക്ഷൻ എംപ്ലോയീസിന് അവരുടേതായിട്ടുള്ള രീതിയിൽ അവർക്ക് ഏതെങ്കിലും രീതിയിൽ എന്തെങ്കിലുമൊക്കെ എന്താ പറയാ പ്രശ്നങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഇല്ലാതാക്കാനും ഇത്തരം റിലേഷൻസിലൂടെ സാധിക്കും. എന്ന് വെച്ചാൽ അവരുടെ മനസ്സിന്, എംപ്ലോയീസിന് മനോവികാരങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, അല്ലെങ്കിൽ മനോധൈര്യം, അതൊക്കെ ഇംപ്രൂവ് ചെയ്യാനായിട്ട് അത് നല്ല റിലേഷൻസിലൂടെ മാത്രമേ പറ്റുള്ളൂ. അപ്പൊ പബ്ലിക് റിലേഷൻസ് ഇറ്റ്സ് ആൻ ഇമ്പോർട്ടന്റ്, അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഹോസ്പിറ്റൽസിനെ അല്ലെങ്കിൽ മറ്റു ഓർഗനൈസേഷൻസിനെ സംബന്ധിക്കുന്നത്. എന്താണ് പബ്ലിക് റിലേഷൻ, അതുപോലെ തന്നെ എന്തിനാണ് പബ്ലിക് റിലേഷൻസ് ഹോസ്പിറ്റൽസിൽ അല്ലെങ്കിൽ മറ്റു ഏതെങ്കിലും ഓർഗനൈസേഷനിൽ വരേണ്ടതിന്റെ ആവശ്യകത എന്താണ്, ഈ രണ്ട് കാര്യങ്ങളാണ് നമ്മളിപ്പോ ഇത്രയും നേരം പറഞ്ഞത്. ഒന്ന് ജസ്റ്റ് ഒന്ന് വേഗം വായിച്ചു നോക്കിയേ. എഡ്വേർഡ് ബെർണൈസിനെ കുറിച്ചിട്ട് ആ ഒരു പ്രൊഫൈലും കൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് വായിച്ച് മനസ്സിലാക്കണം കേട്ടോ. കാണിക്കാം മിസ്സേ. ഹലോ, കേട്ടില്ല? ഹലോ,
പിക്ചറോട്ട് കാണിക്കാം. പിക്ചർ ഓക്കെ. ആ മുകളില് 3 പേരുടെ പടം കൊടുത്തില്ല, അവരും ഇവിടെ പ്രവർത്തിച്ചവരാണോ? ഏതാ മോളില് 3 പേരില്ലേ, അവര് ഇതിന്റെ കൂടെ പ്രവർത്തിച്ചവരാണോ? ഇത് ഒരെണ്ണം എഡ്വേർഡ് ബെർണൈസ്, ഒരെണ്ണം അദ്ദേഹത്തിന്റെ അങ്കിളാണിത്. മറ്റേത് രണ്ടും ഒരു പിക്ചർ അല്ലേ ഏകദേശം? ആദ്യത്തെ രണ്ടെണ്ണം കണ്ടില്ലേ? രണ്ടാമത്തെ പിക്ചറിലേക്ക് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം. അതാണ് ആദ്യത്തെ എഡ്വേർഡ് ബെർണൈസ്. അത് കഴിഞ്ഞിട്ടുള്ളത് അദ്ദേഹത്തിന്റെ അങ്കിളാണ് സിഗ്മണ്ട് ഫ്രൈഡ്. ആ നോട്ടില് ഒരു ഈ പബ്ലിക് റിലേഷൻസ് എന്ന് പറഞ്ഞ ചാപ്റ്ററിന്റെ പേര് എഴുതിട്ടേ ഈ ആരൊക്കെയാണ് പബ്ലിക്കിൽ ഉൾപ്പെടുക എന്നുള്ളതൊന്ന് എഴുതി വെച്ചേക്കുക കേട്ടോ. പറയാമേ, ഇന്റേണൽ പബ്ലിക്കും ഉണ്ട്, എക്സ്റ്റേണൽ പബ്ലിക്കും ഉണ്ട്. അതിവിടെ ഇല്ലാത്തതാണ്, പക്ഷെ നമുക്ക് അറിയണം ഇന്റേണൽ പബ്ലിക് ആരാണ്, എക്സ്റ്റേണൽ പബ്ലിക് ആരാണ്. ചാപ്റ്ററിന്റെ പേര് എഴുതിയിട്ടൊന്ന് എഴുതി വെക്കാം. അതൊന്ന് എഴുതി വെച്ചിട്ട് നിങ്ങൾ വായിച്ചോട്ടാ, അല്ലെങ്കിൽ സമയം കിട്ടില്ല ചിലപ്പോ. 2 കോളംസ് ആയിട്ട് ഹെഡിങ് ആയിട്ട് കൊടുത്താൽ മതി. ഇന്റേണൽ പബ്ലിക്, എക്സ്റ്റേണൽ പബ്ലിക് എന്ന് 2 ഹെഡിങ് കൊടുക്കാം. എന്നിട്ട് ഇന്റേണൽ പബ്ലിക്കിൽ എഴുതാം ഇല്ലയോ? വരച്ചോ? അപ്പൊ ഇന്റേണൽ പബ്ലിക്കിൽ അതിന്റെ താഴെ എഴുതിക്കോ ഡോക്ടേഴ്സ്. ആ ഒരു ഗ്രൂപ്പ് ആരൊക്കെയാണ് ഇന്റേണൽ അകത്തുള്ളത്? ഡോക്ടേഴ്സ്, നഴ്സസ്, ടെക്നീഷ്യൻസ്, വാർഡ് ബോയ്സ്, WARD, വാർഡ് ബോയ്സ്. വാർഡിലൊക്കെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾക്ക് അറ്റൻഡ് ചെയ്യേണ്ടി വരുന്ന ആളുകളാണ് വാർഡ് ബോയ്സ്. റിസപ്ഷനിസ്റ്റ്, RECEPTIONIST, റിസപ്ഷനിസ്റ്റ്. രജിസ്ട്രേഷൻ ക്ലർക്ക്, രജിസ്ട്രേഷന്റെ ഡെസ്കിൽ ഇരിക്കുന്ന ആളാണ്. ബില്ലിംഗ് ക്ലർക്ക്, ബില്ലിംഗ് ക്ലർക്ക്. സെക്യൂരിറ്റി പേഴ്സണൽ, PERSONNEL, പേഴ്സണൽ. Then trolley man, ഇരിക്കുന്ന കസേരയോ ട്രോളിയോ ഒക്കെ കുത്തിക്കൊണ്ടുവരുന്നവര്, ട്രോളി മാൻ. ഇതൊക്കെ ഇന്റേണൽ പബ്ലിക്കിൽ പെട്ടതാണ്. ഇനി എക്സ്റ്റേണൽ പബ്ലിക്കിനകത്ത് ഹെഡിങ് കൊടുക്കുക കേട്ടോ. ഹെഡിങ് കൊടുത്തിട്ട് അതിനകത്ത് എഴുതാം പല മീഡിയാസ് ഒക്കെ അതിനകത്ത് വരിക. എക്സ്റ്റേണൽ പബ്ലിക്കിലാണ് പ്രസ്, റേഡിയോ ആൻഡ് TV. എക്സ്റ്റേണൽ പബ്ലിക്കിൽ എഴുതാം പ്രസ്, റേഡിയോ ആൻഡ് TV. Next one, police, local health authorities, then VIPs like judges, executives, public representatives. പ്രതിനിധികൾ ഉണ്ടാവല്ലോ, പൊതുജനങ്ങളുടെ പ്രതിനിധികൾ, അതായത് മന്ത്രിമാരൊക്കെ പോലത്തെ. അതായത് VIPs ലൈക്ക് ജഡ്ജസ്, എക്സിക്യൂട്ടീവ്സ്, പബ്ലിക് റെപ്രസെന്റേറ്റീവ്സ്. എക്സ്റ്റേണൽ വരിക. നെക്സ്റ്റ് വൺ ജനറൽ പബ്ലിക്, പൊതുജനങ്ങൾ. ജനറൽ പബ്ലിക്
ഹോസ്പിറ്റൽ പേഷ്യൻസ് ടീച്ചർ വേറെ ആയിട്ടാണ് എഴുതേണ്ടത്. ജനറൽ പബ്ലിക് വേറെ ആയിട്ടാണ് എഴുതേണ്ടത്. എക്സ്റ്റേണൽ പബ്ലിക് പോലെ വേറെയാണ് എഴുതണ്ടേ? എക്സ്റ്റേണൽ പബ്ലിക് അതിനകത്താണ് വരുന്നത് ഇതൊക്കെ ഈ പറയുന്നതൊക്കെ. അതെ അതെ. ആ പ്രസ് റേഡിയോ തുടങ്ങി പറഞ്ഞതെല്ലാം എക്സ്റ്റേണലിനകത്താണ്. ഇന്റേണലിന്റെ പറഞ്ഞു കഴിഞ്ഞു. ട്രോളിംഗ് മാൻ വരെ ഉണ്ടായിരുന്നല്ലോ. ആ ഹോസ്പിറ്റൽ പേഷ്യൻസ്, പിന്നെ അവരുടെ റിലേറ്റീവ്സ്, വിസിറ്റേഴ്സ് എക്സെട്ര. അത്രയും. ഹോസ്പിറ്റൽ പേഷ്യൻസ്, പിന്നെ റിലേറ്റീവ്സ്, വിസിറ്റേഴ്സ്, ഇതൊക്കെ എക്സ്റ്റേണൽ പബ്ലിക്കിൽ വരുന്നതാണ്. ആ രണ്ട് ഗ്രൂപ്പ് അറിഞ്ഞിരിക്കണം നമ്മള്. ഇതിനകത്ത് ആരൊക്കെയാണ് നമ്മള്. അപ്പൊ ഹോസ്പിറ്റലിന്റെ പേഷ്യൻസ് ഒക്കെ ചിലപ്പോൾ നമ്മൾ വിചാരിക്കും ഇന്റേണൽ പബ്ലിക് ആണെന്ന് വിചാരിക്കും. അല്ല, പേഷ്യൻസ് അത് ഇൻപേഷ്യന്റ് ആയിക്കോട്ടെ ഔട്ട് പേഷ്യന്റ് ആയിക്കോട്ടെ അവരൊക്കെ പുറത്തുനിന്ന് വരുന്നവരാ. ഇന്റേണൽ മീൻസ് ദോസ് ഹു ആർ വർക്കിംഗ് ഇൻ ദ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നവരെല്ലാവരും ഉൾപ്പെടെ അതൊക്കെ ഇന്റേണലിനകത്ത് വരുന്നതാണ്. അപ്പൊ അവരൊക്കെ തമ്മിലുള്ള ഒരു റിലേഷൻസ് കീപ്പ് ചെയ്യാം. അതൊക്കെ ആ റിലേഷൻസ് ടു വേ കമ്മ്യൂണിക്കേഷൻ സുതാര്യമാക്കുക. എന്നാൽ എന്താ പറയാ, പല രീതിയിലും അച്ചീവ്മെന്റുകൾ ഓർഗനൈസേഷനിലും ഹോസ്പിറ്റലിനും ഉണ്ടാകും. അപ്പൊ അതൊന്ന് മനസ്സിലാക്കി വെച്ചേക്കാം കേട്ടോ. ഇന്റേണൽ ആരാണ്, എക്സ്റ്റേണലിനകത്ത് വരുന്ന ആളുകൾ ആരാണെന്നൊക്കെ. ഓക്കെ, നമ്മൾ ഇന്ന് കുറച്ച് ഒരു 2 പേജ് എടുത്തിട്ടില്ല. ഒക്കെ ഉള്ളത് കൊണ്ടാണ് കുറച്ച് എടുത്തിട്ടുള്ളൂ. അതൊക്കെ ഒന്ന് വായിച്ചു നോക്കാം. ആളുകളുടെ പ്രൊഫൈൽ ഒന്ന് നോക്കി വെച്ചേക്കാം കേട്ടാ. ഓക്കെ, ദിവസം കാണാം. ബൈ. താങ്ക് യു. താങ്ക് യു മാം. ഓക്കെ.